എന്താണ് ഇതുകൊണ്ട് പ്രശ്നം എന്ന് പറഞ്ഞേ? എന്താണ് ഇതുകൊണ്ട് എന്നിട്ട് അവർ കാണാതിരിക്കാൻ അവൾ ഒരു മറയുണ്ടാക്കി. അപ്പോൾ നമ്മുടെ ആത്മാവിനെ ജിബ്രീലിനെ നാം അവളുടെ അടുത്തേക്ക് നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹം അവളുടെ മുമ്പിൽ തികഞ്ഞ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ പറഞ്ഞു, തീർച്ചയായും നിന്നെ ഞാൻ എന്റെ രക്ഷിതാവിന് കാവലിനെ തേടുന്നു. ഓക്കെ, ഇതിലെന്താണ് ക്രിസ്ത്യൻ എന്ന് നിങ്ങൾക്ക് പ്രശ്നം എന്നൊന്ന് പറഞ്ഞേ. അവസാനം ഓടരുതേട്ടാ. ഞാൻ വളരെ പയ്യെ സംസാരിക്കണം. അപ്പൊ നോ പ്രോബ്ലം, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഇവിടെ എല്ലാവരും കടന്നു എന്നെ ചീത്ത പറയാം, അതുകൊണ്ടാണ്. നോ പ്രോബ്ലം. ഇതിലെന്താണ് തൗഹീദ് എന്താ പറയണേ ഫാദർ? ഇതിൽ തൗഹീദാണോ പ്രശ്നം നിങ്ങൾക്ക്? അല്ല, തൗഹീദ് എന്താ പറയണേ? തൗഹീദ് എന്താ പറയണത്? ക്രിസ്ത്യൻ പറയട്ടെ, എന്താണ് തൗഹീദ്? ക്രിസ്ത്യൻ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? അതാ അല്ല, എന്താണ് തൗഹീദ് എന്നാണോ ചോദിച്ചത്? അതെ, തൗഹീദ് എന്താ പറയുന്നതാണോ ചോദിച്ചത്? കാരണം തൗഹീദ് എന്ന് പറഞ്ഞപ്പോ ആളുടെ പേരാണോ? എന്താ ചോദിച്ചത്? എന്താ തൗഹീദ് എന്താണ്? തൗഹീദ് എന്താണെന്ന് ചോദിച്ചാൽ തൗഹീദ് ഉലൂഹിയത്ത് ഉണ്ട്, തൗഹീദ് റുബൂബിയത്ത് ഉണ്ട്. എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ ഏകത്വം. ആ ശാസ്ത്രത്തിന്റെ പേരാണ് തൗഹീദ് എന്ന് പറയുന്നത്. ശരി, ഇവിടെ ഇപ്പൊ ഏകനായ അള്ളാഹു ഏകനാണെങ്കിൽ ആത്മാവ് എങ്ങനെ വരും? അള്ളാഹുല് നമ്മുടെ ആത്മാവിനെ കൃത്യമായി പറയേണ്ടതില്ല. അതൊന്ന് അല്ല, ഈ പറഞ്ഞ പോലെ അള്ളാഹുവിൽ നിന്ന് വന്നതാണ് വചനവും അള്ളാഹുവിന്റെ ആത്മാവും. ഇത് രണ്ടും സൃഷ്ടിയല്ല എന്ന് ഒരു രീതിയിലും പറയില്ല. കാരണം നാം നമ്മുടെ ആത്മാവ്. അപ്പൊ അള്ളാഹുവിന്റെ ഉള്ളിൽ ഉണ്ടായ ജിബ്രിയലാണോ? അല്ല, ആ വചനം വായിക്കും. എന്നിട്ട് അവർ ഇപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ ആത്മാവ് എന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്. ഞാൻ വേറൊരു വചനം പറഞ്ഞു, അതിൽ വേറൊരു കാര്യം കാണിച്ചുതരാം. ഖുർആനിൽ ഈ പറഞ്ഞ വചനം എടുക്കണേ, ഒരു മിനിറ്റ്. 91-ാം അധ്യായം 13-ാമത്തെ വചനം എടുത്തേ. എനിക്ക് എന്റെ ഇല്ല, ഖുർആനില്ല. நல்லதுங்களா? ഫോൺ ഡിസ്കഷൻ പോയിട്ട് ഇருக்கு. ഓക്കെ, 91-ാം വചനം 13-ാമത്തെ വചനം എടുത്തേ. അല്ല, എന്റെ ഒരു ഖുർആനില്ല. ഖുർആനില്ല. ആരെങ്കിലും ഒന്ന് വായിക്കും. 91-13 91:13. അള്ളാഹുവിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാണ് പ്രശ്നം. അപ്പൊ അത് ജിബ്രീൽ എന്ന് പറഞ്ഞപ്പോ അത് എഴുതി തീർത്താന്ന് പറഞ്ഞു. ശരി, ഇനി അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ഖുർആനിലെ 91-13 എടുത്തേ. അപ്പോൾ അള്ളാഹുവിന്റെ ദൂതൻ അവരോട് പറഞ്ഞു, അള്ളാഹുവിന്റെ അതിന്റെ വെള്ളം കുടിയും നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കണ ക്രിസ്ത്യൻ? അള്ളാഹുവിന്റെ ഇതില് അള്ളാഹു പുറപ്പെട്ടത് അല്ല, അള്ളാഹു ഇതില് വായിച്ചോ. എന്നിട്ട് അവർ ക്രിസ്ത്യൻ പറഞ്ഞ വിദ്യ അനുസരിച്ച് അള്ളാഹുവിന്റെ അകത്ത് ഒട്ടകം എന്ന് പറയേണ്ടി വരും. നമ്മുടെ ആത്മാവെന്ന് പറയണ്ട, അള്ളാഹു നമ്മുടെ ഇവിടെ അള്ളാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹുടെ സ്വയം പ്രഖ്യാപിതമായുള്ള കാര്യമാണ് ഇത്. അള്ളാഹുടെ അള്ളാഹുവിന്റെ ആത്മാവ് എന്ന് പറഞ്ഞതിന് അള്ളാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ജിബ്രീലിന് എന്തിനാ ബ്രാക്കറ്റിൽ എഴുതണേ? ജിബ്രീൽ ആയതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആത്മാവല്ല, അള്ളാഹു പ്രത്യേകമായി സൃഷ്ടിച്ച മലക്കിനെയാണ് പറയുന്നത്. അത് ജിബ്രീൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കുറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യൻ. അതെന്താ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ഒരു മിനിറ്റ്. ക്രിസ്ത്യൻ കുറെ സ്ഥലത്ത് ജിബ്രീലിനെ റൂഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വചനങ്ങളിൽ കാണാം റൂഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതൊരു വിശേഷണ പദം അല്ലെങ്കിൽ ഒരു പേര് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞ അതുപോലെ തന്നെ വേറെ ഉദാഹരണങ്ങൾ കാണാം. അള്ളാഹുവിൻ്റെ കൂട്ടുകാരെന്ന് കാണാം, ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം. അബ്രഹാമിനെ ഖലീലുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ആത്മസുഹൃത്ത്. അള്ളാഹു എന്താ തോളിൽ കൈയിട്ട് നടക്കുന്നത് നമ്മൾ ചോദിക്കാറില്ല. അതൊരു സ്ഥാനം കൊടുത്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒരു വിശേഷണമാണ്, ഒരു പേര് കൊടുത്തിട്ടുള്ളതാണ്. കലീമുള്ള അത് അള്ളാഹു സംസാരിച്ച ആള്. കലീമുള്ള അല്ല, അത് കലാമാണ്. അത് കലീമുള്ള, മനസ്സിലായില്ലേ? കലീമുള്ള എന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളാഹു സംസാരിച്ച ആള്, മനസ്സിലായില്ലേ? ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്ത്. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വളരെ സിമ്പിൾ ആണ്. അല്ല, ഇത് മൂന്നും അള്ളാഹുവിൽ നിന്ന് തന്നെയല്ലേ? അള്ളാഹ്, കലിമത്തുള്ള, കലീമുള്ള, ഇത് മൂന്നും. കലീമുള്ള വേറെ, അത് കലിമത്ത് എന്ന് പറഞ്ഞ വചനാണ്. കലീമുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹു നേരിട്ട് സംസാരിച്ച പ്രവാചകനെ കുറിച്ചിട്ട് പറയുമ്പോൾ എന്താണ് കലീമുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്, വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബിയെ കുറിച്ച് ഖലീലുള്ള,
അള്ളാഹുവിൻ്റെ സുഹൃത്ത്, ആത്മസുഹൃത്ത്, ഖലീൽ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റൂഹുല്ല എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ റൂഹ് എന്ന് പറഞ്ഞിട്ടുള്ള, റൂഹുൽ ഖുദ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ജിബ്രീലിനെ കുറിച്ചാണ്. അത് ഈ ഒരു വചനത്തിലല്ല, നിങ്ങൾ പല വചനങ്ങളിൽ കാണാം. മറ്റേ ഇതിനെ കുറിച്ചിട്ട്, ലൈലത്തുൽ ഖദറിനെ കുറിച്ചിട്ട് പറയുന്ന വചനത്തിൽ കൃത്യമായിട്ട് പറയാം, തനസ്സലുൽ മലായിക്കത്തു വർ-റൂഹു, മലക്കുകളും റൂഹും ഇറങ്ങുന്നു. അവിടെ ആ റൂഹ് എന്നുള്ളിടത്ത്, ഒരു മിനിറ്റ്, റൂഹ് എന്നുള്ള ഇതിന് മുഫസ്സിരീങ്ങൾ രണ്ട് രീതിയിൽ അതിന് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അത് ആത്മാക്കൾ ഇറങ്ങും എന്നുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല, റൂഹ് എന്ന് പറയുന്നത് ജിബ്രീലിനെ കുറിച്ചിട്ട് പല സ്ഥലത്തും പ്രയോഗിച്ചിട്ടുള്ളത് കൊണ്ട് ജിബ്രീൽ ഇറങ്ങും എന്നുള്ളത് ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ, അറിയാലോ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നവാസ്ക ക്രിസ്ത്യന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ റൂഹുൽ ഖുദ്സ് സൃഷ്ടിയാണോ സൃഷ്ടാവാണോ എന്നുകൂടി ക്രിസ്ത്യാനൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. എനിക്ക് അതറിയില്ല. ഞാൻ ദൈവത്തിന്റെ വചനം സൃഷ്ടിയാണോ സൃഷ്ടം? അതായത് ഇത്രയുള്ളൂ ക്രിസ്ത്യന്റെ പേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യന്റെ ഉള്ളിലുള്ള ഒരു സാധനം അല്ലല്ലോ. ക്രിസ്ത്യൻ ഉടമപ്പെടുത്തിയ ഒരു സാധനം, അല്ലെങ്കിൽ പോലെയല്ലോ വചനം. നമസ്ക പേന പോലെ ഇത് വചനം. ഇപ്പൊ ഒരു മിനിറ്റ് ക്രിസ്ത്യനെ, ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ വചനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന. ഇപ്പം ദ മാനേജർ ഓർഡേർഡ് എന്ന് പറഞ്ഞാൽ, ഓർഡേർഡ് എ കമാൻഡ് എന്ന് പറഞ്ഞാൽ ആ കമാൻഡിനെ മാനേജർ നിങ്ങൾ വിളിക്കുക. അത് കമാൻഡ് ഉടലെടുത്തത് എവിടെ നിന്നാണെന്നുള്ളതാണ് ചോദ്യം. കമാൻഡിനെ നമ്മൾ അങ്ങനെ വിളിക്കില്ല. കമാൻഡിനെ നിങ്ങൾ മാനേജർ എന്ന് വിളിക്കുമോ? കമാൻഡിനെ വിളിക്കില്ല. കമാൻഡ് സൃഷ്ടിയായില്ലേ? അത്രേ ഉള്ളൂ. അള്ളാഹുവിന്റെ വചനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതിനാരും സൃഷ്ടാവെന്ന് വിളിക്കില്ലല്ലോ. അല്ല, അപ്പൊ അങ്ങനെയാണ് നമുക്ക് സൃഷ്ടി എന്ന് വിളിക്കാമല്ലോ. അപ്പൊ എങ്ങനെ സൃഷ്ടി എന്ന് വിളിക്കാൻ പറ്റും? അള്ളാഹുവിന്റെ അല്ല, അള്ളാഹുവിന്റെ മാനേജറിന്റെ കമാൻഡിനെ എംപ്ലോയി എന്ന് വിളിക്കുമോ? മാനേജറിന്റെ കമാൻഡ് സെപ്പറേറ്റ് എന്റിറ്റി ആണെങ്കിലേ വിളിക്കാൻ പറ്റുള്ളൂ. സെപ്പറേറ്റ് എന്റിറ്റി ആവുന്ന എങ്ങനെ? ക്രിസ്ത്യന്റെ സംസാരം സെപ്പറേറ്റ് എന്റിറ്റി ആണോ? മാനേജറിന്റെ കമാൻഡ് എന്ന് പറഞ്ഞാൽ മാനേജറും അല്ല എംപ്ലോയിയും അല്ല. അത് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി പെട്ട കാര്യമാണ് കമാൻഡ് കൊടുക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? സത്യയിൽപ്പെട്ടാണ്. പക്ഷെ അത് പുറപ്പെടുന്നത് മാനേജറിൽ നിന്ന്. കമാൻഡ് ഒന്ന് പറഞ്ഞിട്ട് എന്താന്ന് കമാൻഡ് എന്ന് പറഞ്ഞാൽ അവൻ മനസ്സിലാവുന്ന വിചാരിക്കും. അല്ല, സത്തയിൽപ്പെട്ടതാന്ന് പറയണ്ടല്ലോ. അള്ളാഹുവിന്റെ സത്തയിൽപ്പെട്ട. അതെ, ഇപ്പൊ മാനേജറിന്റെ കമാൻഡിനെ മാനേജർ ഒന്നും വിളിക്കാൻ പറ്റില്ല, എംപ്ലോയി ഒന്നും വിളിക്കാൻ പറ്റില്ല. അത് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി പെട്ട കാര്യമാണ് അല്ലേ? അല്ല, അപ്പൊ സത്തയിലാക്കി കാണുന്നു. അള്ളാഹുവിന്റെ കൽപ്പനയെ എങ്ങനെ അള്ളാഹു എന്ന് വിളിക്കാൻ പറ്റും? അത് അള്ളാഹു എന്ന് വിളിക്കാൻ പറ്റില്ല, അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറയാൻ പറ്റില്ല. അത് അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ട കാര്യമാണ്. പിന്നെ അത് ഡൗട്ട് എന്താ? അതെ, അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ സൃഷ്ടിയായിട്ട് പരിഗണിക്കാം. കാരണം പറ്റൂലെന്ന് ഈ സഹോദരന്റെ കാര്യം ചെയ്യേണ്ട കിടക്കണം. കൂട്ടുകാരെ സെപ്പറേറ്റ് എന്റിറ്റി ആവുമ്പോഴല്ലേ സൃഷ്ടിയാവും. ക്രിസ്ത്യന്റെ സംസാരം നബീൽക്ക, അത് നമുക്ക് പരിഗണിക്കാന്നാണ് ഇപ്പൊ നേരത്തെ ക്രിസ്ത്യൻ പറഞ്ഞത്. നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല, ക്രിസ്ത്യന് പരിഗണിക്കാം. ഇനി അതിന്റെ ഇസ്ലാമിക വീക്ഷണം, ഒരു മിനിറ്റ് ക്രിസ്ത്യൻ, അതിന്റെ ഇസ്ലാമിക വീക്ഷണം അതെങ്ങനെയാണ് എന്നുള്ളതാണ് താങ്കൾക്ക് അറിയാൻ ആഗ്രഹമെങ്കിൽ അത് കൃത്യമായിട്ട് ഇവിടെ നബീലിക്കോ നവാസിക്കോ അനീഫിക്കോ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പൊ അതുവരെ താങ്കളൊന്ന് ക്ഷമയോട് കൂടിയിട്ട് കൃത്യമായിട്ട് അതൊന്ന് കേൾക്കാനുള്ള ക്ഷമ കാണിക്കൂ. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വാലിഡ് ആയിട്ട് അതിൽ എന്തെങ്കിലും ഖണ്ഡിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും കൗണ്ടർ ഉണ്ടെങ്കിലോ അത് പറയും. ക്രിസ്ത്യൻ മാനേജറിന്റെ കമാൻഡിനെ ഒരിക്കലും എംപ്ലോയി ഒന്നും വിളിക്കില്ല, മാനേജർ ഒന്നും വിളിക്കില്ല. അത് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി പെട്ട കാര്യമാണ്. അള്ളാഹുവിന്റെ കൽപ്പന എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ടതാണ്. അത് അള്ളാഹു എന്നും വിളിക്കാൻ പറ്റൂല, അള്ളാഹുവിന്റെ സൃഷ്ടി എന്നും വിളിക്കാൻ പറ്റില്ല. അത് അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ കലിമത്ത്, അള്ളാഹുവിന്റെ വചനം എന്നുള്ളത് അള്ളാഹു കുൻ ഫയക്കൂൻ എന്ന് പറഞ്ഞ കൽപ്പനയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ആ ഉത്തരത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഞാൻ അത് എന്തുകൊണ്ടാണ് പോയിന്റ് ഔട്ട് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വെരി ബിഗിനിങ് അള്ളാഹു മാത്രമേ ഉള്ളൂ. അപ്പോ അള്ളാഹുവിന്റെ വായിൽ അള്ളാഹു ഒരു കാര്യം പറയാണ് ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ഒരു വസ്തു സൃഷ്ടിക്കുകയാണ്. എന്തോ ആയിക്കോട്ടെ, പ്രപഞ്ചം എന്ത് വേണമെങ്കിൽ സൃഷ്ടിച്ചോട്ടെ. അപ്പൊ ഈ പറഞ്ഞ പോലെ അള്ളാഹുവിൽ നിന്ന് പുറപ്പെട്ടതാണ് ഈ പറഞ്ഞ വേർഡ്. ആ വേർഡ് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെടുന്നത്. വേർഡ് സൃഷ്ടിയല്ല. അപ്പൊ ഒന്നുമില്ലേ വേർഡ്. അതെ.
അപ്പൊ ഒന്നുമില്ല, നമ്മൾ വേർഡിനെ ഈ പറഞ്ഞ പോലെ അല്ലല്ല അള്ളാഹു അല്ല അതിലൊരു പറക്ക ഇല്ല ചെറിയൊരു ഇല്ല കാര്യമുണ്ട്. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. വേർഡ് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നല്ല, ആ വേർഡിനാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആ വാക്ക് കൊണ്ട് ആ എന്ന് പറയുമ്പോ ആ വാക്ക് എടുത്തിട്ട് കുഴച്ച് സൃഷ്ടിച്ചു ബൈ എന്നൊരു ബൈ, അർത്ഥം കൂടി സീ ഉണ്ടാവും. യു ലേറ്റർ. അതാണ്. ഇല്ല, ഞാനിത് നവാസിക്ക 2 നവാസിക്ക ഉണ്ടല്ലേ. ആ അല്ല നവാസിക്ക ഞാൻ ഓക്കെ തിരുത്തിയതാണ്. അല്ല, ഞാൻ പറയട്ടെ ക്രിസ്ത്യൻ. നമുക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോ അല്ല നവാസിക്ക, കേട്ടിരിക്കുന്നവർക്ക് ഒരു ഒരു അബദ്ധം കമാൻഡ് വരണ്ടെന്ന് അത്രയല്ലേ കരുതിയിട്ടാണ്. ഉള്ളൂ, ഒരു കമാൻഡ് അത്രയേ ഉള്ളൂ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. വേർഡ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴേ ചിലർക്ക് ആ വേർഡ് എടുത്തിട്ട് അതെടുത്ത് ഉരുട്ടി സൃഷ്ടിച്ചു എന്നുള്ളൊരു ധാരണ വരുമല്ലോ. അങ്ങനെയല്ല. ആ കൽപ്പന കൊണ്ട്, ആ കൽപ്പനയാൽ സൃഷ്ടിക്കപ്പെട്ടു, അല്ലെങ്കിൽ ആ കൽപ്പന എന്തോ ഒരു വസ്തുവാണ്, അതെടുത്ത് സൃഷ്ടിച്ചു, അല്ലെങ്കിൽ അതുകൊണ്ട് സൃഷ്ടിച്ചു എന്നല്ല അതിന്റെ അർത്ഥം കേട്ടോ. ഓക്കെ, നബിലൊക്കെ കണ്ടിന്യൂ. അപ്പൊ പ്രപഞ്ചം അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ചത് നമ്മള് ജീവിക്കുന്ന ഈ പ്രപഞ്ചം, അല്ലെ പറഞ്ഞ പോലെ ഭൂമിയല്ല. അതായത് താങ്കളുടെ വിശ്വാസം കുറച്ചൊന്നാടെ മുറുക്കെ പിടിച്ചിട്ട് നമ്മൾ പറയുന്ന ഒന്ന് കേക്ക്, നമുക്ക് പറയേണ്ട എന്തെന്നാണെന്നുള്ള കേക്ക്. താങ്കളുടെ വിശ്വാസപ്രകാരം താങ്കളുടെ വചനം അതങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സെൽഫ് എൻറ്റിറ്റി ആയിട്ട് മാറുന്ന ഒരു വിശ്വാസമാണ് താങ്കൾക്ക്. താങ്കൾ അത് മുറുക്കെ പിടിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ പറയുന്നത് താങ്കൾക്ക് മനസ്സിലാവില്ല. ഓക്കെ. അള്ളാഹുവിന്റെ കൽപ്പന എന്നുള്ളത് സൃഷ്ടാവോ സൃഷ്ടിയുമല്ല, അത് അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞതിൽ ഇതിലെ എന്താ? നിങ്ങളുടെ ബൈബിളില് എങ്ങനെയാണ് ദൈവിക വചനങ്ങള് കൽപ്പന രൂപത്തിൽ വന്നിട്ട് സൃഷ്ടിപ്പ് നടക്കുന്നത് എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ മതി. അവിടെ ദൈവം ആകാശത്തിന് മീതെ ഒരു വിധാനം വെള്ളങ്ങളുടെ മധ്യ ഒരു വിധാനം ഉണ്ടാവട്ടെ, അപ്പൊ അതുണ്ടായി. കണ്ട, ദൈവം പറഞ്ഞു ദൈവത്തിന്റെ വചനം വെളിച്ചമുണ്ടാവട്ടെ. സാറേ, ദൈവത്തിന്റെ വചനം കൊണ്ടാണ് അത് സൃഷ്ടിക്കുന്നത്. അത് തന്നെയാണ്. അതായത് ദൈവം വചനം സൃഷ്ടിയല്ല. അപ്പോ വചനം സൃഷ്ടിയല്ല. ഓക്കെ. അതെ, ദൈവം പറയുന്നു ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. നമ്മൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പറഞ്ഞോട്ടെ. പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട്. ഈ വചനമല്ല സൃഷ്ടിക്കപ്പെടുന്നത്, വചനം ഓൾറെഡി ദൈവത്തിലുള്ളതാണ്. മനസ്സിലായ? ഞാൻ എന്റെ വിശ്വാസത്തിൽ എന്ന് പറയുമ്പോൾ സത്തയിൽ നിങ്ങൾ പറഞ്ഞ ഷിഫത്തിൽ പെടുന്നു എന്ന് പറഞ്ഞ പോലെ സത്തയിൽ പെടുന്നതാണ്. അപ്പൊ സത്തയിലൊന്നും വ്യക്തിയിൽ മൂന്നൊന്നും പറഞ്ഞത് എങ്ങനെ തെറ്റാവും? ഈ പറഞ്ഞ പോലെ 3 മാനിഫെസ്റ്റേഷൻ ഖുറാനിലും കാണിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ, ഇത് ക്ലിയർ ആയോ? അള്ളാഹുവിന്റെ വചനം എന്നുള്ളത് സൃഷ്ടിയുമല്ല സൃഷ്ടാവുമല്ല, അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ടതാണ്. തീർന്നോ? മാനേജറുടെ കമാൻഡ് മാനേജറുമല്ല എംപ്ലോയിയുമല്ല, അത് മാനേജർ റെസ്പോൺസിബിലിറ്റി പെട്ട കാര്യമാണെന്ന് പറയുന്ന പോലെ അള്ളാഹുവിന്റെ വചനം എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ടതാണ്, സൃഷ്ടാവുമല്ല സൃഷ്ടിയുമല്ല. അല്ല നബിലിക്ക, പക്ഷെ കമാൻഡ് പുറപ്പെട്ടത് ഈ പറഞ്ഞ പോലെ മാനേജറിൽ നിന്നല്ലേ? ആയിക്കോട്ടെ, അതുകൊണ്ട് ആ കമാൻഡിനെ മാനേജർ എന്ന് വിളിക്കോ? അല്ല നബീൽക്ക, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ക്രിസ്ത്യൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന കമാൻഡ് അല്ലെങ്കിൽ വചനത്തിന് ആ ഒരു ബുദ്ധിയും ശക്തിയും കഴിവും എല്ലാം ഉണ്ട് എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അള്ളാഹുവിന്റെ വചനം എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ടതാണ്, അത് സൃഷ്ടിയുമല്ല സൃഷ്ടാവുമല്ല. ഇതിൽ എന്താണ് താങ്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്? ഉൾക്കൊള്ളാൻ പറ്റാതെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഞങ്ങളുടെ ട്രിനിറ്റിയിലും പറയുന്നത്. ഈ പറഞ്ഞ പോലെ സത്തയിൽപ്പെട്ടതാണ് ദൈവം. തൃത്വം തെറ്റാണ്. തൃത്വം അതല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ ദൈവത്തിന്റെ ട്രിനിറ്റി പറയുമ്പോൾ ദൈവം ഒന്ന്, ഓക്കെ, വചനം ഒന്ന്, ഓക്കെ, പിന്നെ പരിശുദ്ധാത്മാവ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ 3. പിന്നെ യേശു ക്രിസ്തു ഉണ്ടോ? അതാ പറഞ്ഞ ഈ വചനവും ആത്മാവും 3 വ്യക്തികളാണ് ദൈവത്തിലെ. ദൈവം ആരൊക്കെയാണ് അപ്പോഴാവണം? ദൈവം ഒന്ന്, ഓക്കെ, ദൈവം ഒന്ന്, വചനം ഒന്ന്, പരിശുദ്ധാത്മാവ് ഒന്ന്, സത്തയാണോ ഒന്ന്, വ്യക്തി. ശരി. അപ്പൊ പുത്രനുണ്ടോ അവിടെ? പുത്രനുണ്ട്. ഞാൻ പറഞ്ഞുതരാം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തികള്. ഇവരുടെ സത്ത ഒന്നാണ്. ഈ പറഞ്ഞ പോലെ ഷിഫത്ത് ഒന്നാണ്. പിതാവിന്റെ നിങ്ങൾ പറഞ്ഞ പോലെ ഓക്കെ. എന്താ സിഫത്തിന്റെ അർത്ഥം? എന്താ സിഫത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് സിഫത്ത് എന്ന് പറയാ.
നെയിംസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് കഴിവ് കഴിവ് എന്ന് അള്ളാഹുവിന്റെ പറയും. നാമഗുണ കഴിവ് വിശേഷ ഞാൻ പറയാം ആട്രിബ്യൂട്ട്സ്, നെയിംസ് ആൻഡ് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് ആണ് സിഫത്ത് എന്ന് പറയുന്നത്, സബ്സ്റ്റൻസ് അല്ല. സബ്സ്റ്റൻസ് ആണ് നിങ്ങൾ പറഞ്ഞ സത്ത. മനസ്സിലായോ? സത്ത ഓക്കെ. വേറെ സത്തക്ക് വേറെ വാക്കാണ്. സത്യന്റെ വാക്ക് സത്ത വേറെ എന്താ വേറെ അറബിയിൽ വാക്കാണ്. എന്താ? എന്താ? അറബിയിൽ എന്താ സത്യക്ക് പറയാം? അതന്നെ ദാത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എബിലിറ്റി നിങ്ങൾ പറഞ്ഞില്ലേ കഴിവുണ്ടാവുന്നത് അള്ളാഹുവിനോ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോ ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യാണ്. ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യുന്നത് എൻ്റെ ആത്മാവ് കൊണ്ടാണ്. ആത്മാവ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു അതാണ് എൻ്റെ കഴിവ്, അല്ലെങ്കിൽ എൻ്റെ ആത്മാവിന്റെ കഴിവ്. മനസ്സിലായ? ഓക്കെ. അപ്പൊ അല്ല ദൈവത്തിന്റെ അല്ല ഇപ്പൊ ക്രിസ്ത്യനിലെ ആത്മാവ് പോകുന്ന ക്രിസ്ത്യന് ശരീരത്തിന് ഇതില്ലല്ലോ, ശരീരത്തിന് പ്രസക്തി ഉണ്ടോ? പക്ഷെ ശരീരം ദ്രവിച്ചു പോകില്ലേ? അല്ല അതെ, പക്ഷെ എന്നിൽ നിന്നാണല്ലോ ആത്മാവ് പുറപ്പെടുന്നത്. എന്നിൽ നിന്നാണല്ലോ അത് അതായിക്കോട്ടെ. ആത്മാവ് പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് നിലനിൽപ്പുണ്ടോ? ഇല്ലല്ലോ. നബീലിക്ക ശ്രദ്ധിച്ച പുള്ളി ഒരു അന്ധവിശ്വാസം എക്സാമ്പിൾ ആക്കി കൊണ്ടുവന്നിട്ട് ഇതിനെ സ്ഥാപിക്കാൻ ശ്രമിക്കും. അങ്ങനെയല്ല. അല്ല അന്ധവിശ്വാസം ഞാൻ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ ആത്മാവിനെ വേർപ്പെടുത്താണ്. ദൈവത്തിന്റെ അള്ളാഹുവിന്റെ വചനം എന്നുള്ളത് അള്ളാഹുവിന്റെ ആട്രിബ്യൂട്ട്സ് പെട്ടതാണ്, അള്ളാഹുവിന്റെ സിഫത്തിൽ പെട്ടതാണ്. അത് സൃഷ്ടിയുമല്ല സൃഷ്ടാവുമല്ല. ഇതിൽ എന്താണ് താങ്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്? ഉൾക്കൊള്ളാൻ പറ്റാ ഒന്നുമില്ലെങ്കിൽ സൃഷ്ടിയായിരിക്കണം, അല്ലെങ്കിൽ സൃഷ്ടാവായിരിക്കണം. അതിന്റെ ഇടയിൽ നിൽക്കാൻ ഇത് പാടില്ല. രണ്ടും അല്ലാത്ത ആട്രിബ്യൂട്ട് ആയിക്കൂടെ? എന്താ പ്രശ്നം? ഇത് രണ്ടും ആവോളം വാശി പിടിക്കുന്ന എന്തിനാണ്? ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിയിലോ സൃഷ്ടാവിലോ ഉണ്ടാവുന്ന കഴിവാണ് ഈ പറയുന്ന പോലെ നമ്മൾ ആട്രിബ്യൂട്ട് ആയിട്ട് പറയേണ്ടത്. അങ്ങനെ പറയുകയാണെങ്കിൽ അല്ല അതല്ല ശരിയായി. അതെ, ആട്രിബ്യൂട്ടിനെ എങ്ങനെ പിന്നെ സൃഷ്ടാവെന്ന് വിളിക്കുക? അല്ല അപ്പൊ ഞാൻ പറയട്ടെ, ഈ സൃഷ്ടിയിൽ നിന്നും പോകുന്നു. ഈ അള്ളാഹുവിന്റെ വചനം കൊണ്ടാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്. ഒരാളുടെ ആട്രിബ്യൂട്ട് എങ്ങനെയാണ് അയാളുടെ സൃഷ്ടി എന്ന് വിളിക്കുക? ഒരു ആട്രിബ്യൂട്ട് എങ്ങനെ അയാളെ അത് സൃഷ്ടാവെന്ന് വിളിക്കുക, അല്ലെങ്കിൽ സൃഷ്ടി എന്ന് വിളിക്കുക? അള്ളാഹു അത് സെപ്പറേറ്റ് ആട്രിബ്യൂട്ട് എന്നത് സെപ്പറേറ്റ് എൻറ്റിറ്റി ആണോ? ആട്രിബ്യൂട്ട് എന്നത് സെപ്പറേറ്റ് എൻറ്റിറ്റി ആണോ? ഞാൻ ഉദാഹരണം പറയാം. അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അത് അള്ളാഹുവിന്റെ കഴിവാണോ അല്ലെങ്കിൽ അള്ളാഹുടെ സത്തയിൽപ്പെട്ട കാര്യമാണോ? അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടതാണ് പ്രപഞ്ചം സൃഷ്ടിക്കുക എന്നുള്ളത്. അതെ, ഓക്കെ. അള്ളാഹു തന്റെ വചനത്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അതപ്പോ എന്താ? കൽപ്പനയാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഉണ്ടാകൂ, അതാണ് അള്ളാഹുവിന്റെ കൽപ്പന. അത് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് സൃഷ്ടി നടത്താണ്. അപ്പോ ഈ പറയുന്നത് സൃഷ്ടിയുമല്ല സൃഷ്ടാവും അല്ലാന്ന്. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞു അങ്ങനെ പോവാൻ സമ്മതിക്കില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് എന്ന് പറയുന്ന ഒരു അപകടം ഉണ്ട്. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. അപ്പൊ അതായത് അള്ളാഹുവിന്റെ വചനം കൊണ്ട് എന്ന് പറയുമ്പോ ആ വചനം എന്തോ ഒരു സാധനമാണ്, അതെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിക്കുഴച്ചിട്ട് സൃഷ്ടിപ്പ് നടത്തിയെന്നല്ല. അള്ളാഹുവിന് സൃഷ്ടിപ്പ് നടത്താൻ നിങ്ങൾ ഈ പറയുന്നത് പോലെ ആ ഒരു വചനം എന്തോ ഒരു സംഭവമായി, എന്നിട്ട് അതായി ഈ വചനം കൊണ്ട് എന്ന് പറയുന്നതിൽ രണ്ട് മീനിങ് എടുക്കാം, രണ്ടർത്ഥത്തിൽ എടുക്കാം. ആ വചനം എടുത്തിട്ട് അതുകൊണ്ട് ഉണ്ടാക്കി എന്ന് പറയാം. ഇപ്പൊ നമ്മള് ഗോതമ്പ് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി എന്ന് പറയുന്നത് പോലെ. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അള്ളാഹുവിന്റെ വചനത്താൽ, അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന. അതൊന്ന് ക്ലാരിറ്റി വരുത്തിയത് നബീല്. അതെ, അതൊന്ന് ഞാൻ ക്ലാരിറ്റി വരുത്തിയത്. ഈ വചനം കൊണ്ട് എന്ന് പറയുമ്പോ താങ്കൾ ആ വചനം എന്തോ ഒരു സാധനമാണ്, അത് കൊണ്ട് ഇതുണ്ടാക്കി, അങ്ങനെയല്ല. ആ വചനത്താൽ, അതായത് ആ കൽപ്പന വന്നപ്പോൾ അതുണ്ടായി. മനസ്സിലായോ? ആ കൽപ്പന ഈ പറഞ്ഞ ജീവനുള്ള ഒരു താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെ. നവാസെ, ഇദ്ദേഹം പറഞ്ഞു പറഞ്ഞത് എന്താണ്? ഇദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിന് 3 മാനിഫെസ്റ്റേഷൻ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞത്. ദൈവത്തിന് 3 മാനിഫെസ്റ്റേഷൻ ഉണ്ട്. നിങ്ങളിപ്പോ ദൈവത്തിന് 3 മാനിഫെസ്റ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാ? ബൈബിളിലാണോ അത് ഉള്ളത്? ബൈബിളിലും ഉണ്ട്, തോറയിലും ഉണ്ട്. ഇതെന്ന് പറഞ്ഞ പഴയ നിയമത്തിലും ഉണ്ട്, പുതിയ നിയമത്തിലും ഉണ്ട്, ഖുറാനിലും ഉണ്ട്. ഖുറാനിൽ എവിടെ ഉണ്ടെന്നാണ് ഒന്ന് കാണിച്ചത്? ഖുറാനിൽ ഇപ്പൊ ഞാൻ ഇട്ടാണ് DP-യില് അള്ളാഹുവിന്റെ ആത്മാവിനെ കുറിച്ച്. അയാൾ പറയട്ടെ, എവിടെയാണുള്ളത് പറയട്ടെ. എല്ലാരോടും എടുക്കല്ല ഭയങ്കരമായിട്ട്. ക്രിസ്ത്യൻ എവിടെയാണ്, ഖുറാനിൽ എവിടെയാണ് 3 മാനിഫെസ്റ്റേഷൻ ഉണ്ട് എന്നുള്ളത്? മറ്റേ മെസ്സഞ്ചർ എടുക്ക് ക്രിസ്ത്യനെ. മെസ്സഞ്ചർ ഓഫ് അല്ലാഹ് 3ാമത്തെ മാനിഫെസ്റ്റേഷൻ ആണെന്ന് പറ. അല്ല, അയാൾ പറയട്ടെ. ബുക്ക് ഓഫ് അല്ലാഹ് ഉണ്ട്, ക്യാമൽ ഓഫ് അല്ലാഹ് ഉണ്ട്, ഫ്രണ്ട് ഓഫ് അല്ലാഹ് ഉണ്ട്, വേർഡ് ഓഫ് അല്ലാഹ് ഉണ്ട്, റൂഹ് ഓഫ് അല്ലാഹ് ഉണ്ട്, മെസ്സഞ്ചർ ഓഫ് അല്ലാഹ് ഉണ്ട്. ഇതൊക്കെ ഓരോ മാനിഫെസ്റ്റേഷൻ എടുക്കാൻ എന്റെ പൊന്ന്
സെവനെ അല്ല ക്രിസ്ത്യനെ നബീലിക നബീലിക അദ്ദേഹത്തോട് ഒറ്റ കാര്യം ചോദിച്ചാൽ മതി. ക്രിസ്ത്യന്റെ വിശ്വാസപ്രകാരം വചനം ഉണ്ടല്ലോ, വചനം. അപ്പോ ഈ നമ്മുടെ വചനത്തിന് സ്വന്തമായിട്ടൊരു സെൽഫ് എന്താ പറയാ, നമ്മള് വചനത്തിന് സ്വന്തമായിട്ട് എക്സിസ്റ്റൻസ് ഉണ്ടോ? ദൈവത്തിൽ നിന്ന് വന്നുകൊണ്ടുണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിലായിരുന്നു, വചനം അതെ, വചനം ജീവനായിരുന്നു. അതെ, അതിന് വചനത്തിനും പിതാവിനും പരിശുദ്ധാത്മാവിനും ഒരു വില്ലാണോ 3 വില്ലുണ്ടോ? സെപ്പറേറ്റ് വില്ലുണ്ടോ? ഈശോ മനുഷ്യനായപ്പോ വേറെ വില്ല് വന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ അല്ല, അതൊന്നും ഞാൻ ചോദിച്ചില്ല. മനുഷ്യനെ ആയിട്ടില്ല, അതിനു മുമ്പ് വേറെ സെപ്പറേറ്റ് അല്ല, വില്ലുണ്ടോ? പഴയ നിയമത്തില് സെയിം വില്ല് തന്നെയാണ്. ദൈവം, ദൈവപുത്രൻ, അല്ല, ഞാൻ നിയമം ദൈവാത്മാവ്. ഒന്നും ചോദിച്ചിട്ടില്ല, നിയമം ഒന്നും എടുക്കുന്നില്ല. ഇല്ല, 3 പിതാവിന്റെ എക്സിസ്റ്റന്റ് 3 മാനിഫെസ്റ്റേഷൻ ഉണ്ടെന്നല്ല, 3 മാനിഫെസ്റ്റേഷന് സെയിം വില്ലാണോ സെപ്പറേറ്റ് വില്ലുണ്ടോ? അല്ല, സെയിം വില്ലാണ്, സെയിം വില്ലാണ്. ഒറ്റ വാക്കിൽ പറയണ സെയിം വില്ലാണ്. ഒറ്റ വില്ലുള്ളൂ 3 എണ്ണത്തിന്. അതെ 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 അതെ. ആ 3 എണ്ണം സെപ്പറേറ്റ് ആണോ? കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആണോ? ക്രിസ്ത്യൻ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആണോ? കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആണോ? 3 ഇൻഡിവിജ്വൽ ആണ്, പക്ഷെ അവരുടെ കോർ സത്ത ഒന്നാണ്. അല്ല, ഞാൻ ചോദിച്ചില്ല 3 സെപ്പറേറ്റ് ആണോന്ന് ചോദിച്ചാൽ. കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആണ്. ഒരെണ്ണം അല്ലെങ്കിൽ ബാക്കി 2 എണ്ണത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടോ? അല്ല, ദൈവം ഇല്ലെങ്കിൽ ഈശോയും അല്ല, പുത്രനും പരിശുദ്ധാത്മാവും ഇല്ലല്ലോ. പിതാവില്ല, പുത്രനും പരിശുദ്ധാത്മാവും ഇല്ല. സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇല്ല. പിതാവ് ഉണ്ടെങ്കിൽ മാത്രമേ പുത്രനുള്ളൂ. അതെ, പിതാവുള്ളതുകൊണ്ടാണ് പുത്രൻ പിതാവിൽ നിന്ന് ജനിക്കപ്പെട്ടത്. പിന്നെ പുത്രനിൽ നിന്നും പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവ് ജനിക്കപ്പെട്ടത്. പരിശുദ്ധാത്മാവ് ജനിക്കുകയാണോ പുറപ്പെടുകയാണോ? പുറപ്പെടാണ്. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടാണ്. അതാണ് കാത്തലിക് ക്രീഡ് പറയുന്നത്. കോമൺ നോളജ് ആണുള്ളത്, ഓരോന്നിനും കോമൺ ആയിട്ട് ഒരു നോളജ് ആണോ ഉള്ളത്? സെപ്പറേറ്റ് നോളജ് ഉണ്ടോ? സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടോ? കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? പിതാവിന് മാത്രമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? പുത്രന് മാത്രമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിന് മാത്രമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? വർക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അവരുടെ ഇന്റൻഷൻ ഒന്നാണ്. സെൽഫ് റിലയന്റ് ആണോ? റിലയന്റ് വർക്ക് ചെയ്യാൻ പറ്റുമോ? സെൽഫ് റിലയന്റ് ആണോ? അല്ല, അതിന്റെ റിലയന്റ് അർത്ഥം എന്താ? പുത്രന് മാത്രം ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, എന്തായാലും ചെയ്യാം. പിതാവിന്റെ സപ്പോർട്ട് ഇല്ലാതെ പുത്രന് മാത്രം ചെയ്യാൻ പറ്റും. അതെ, ചെയ്യാം. കുരിശുമരണം അതാണ്. പുത്രന് മാത്രം ചെയ്യാം. ന്യായവിധി പുത്രന് മാത്രമാണ് ചെയ്യണം. പരിശുദ്ധാത്മാവിന്റെ ആയുധമുണ്ട്. അപ്പോ 3 എണ്ണം സെൽഫ് റിലയന്റ് ആണ്, 3 എണ്ണം കോ എറ്റേണൽ ആണ് അല്ലേ? അതെ, 3 സെപ്പറേറ്റ് ആണ്. കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആണ്. അല്ല, ഞാൻ ചോദിച്ച 3 ദൈവം ഞാൻ പറഞ്ഞില്ലല്ലോ. 3 കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആണ്. എസൻസിനെ ദൈവം എന്ന് വിളിക്കുകയാണെങ്കിൽ ഒരെണ്ണം ഉള്ളൂ. സെൻസ് ഓഫ് പേഴ്സൺ 3 ആണ്, 3 എന്ന് പറയണം. ബിലീവ് ഇസ്ലാമിൽ ഇല്ല, മനസ്സിലായില്ലേ? അതാണ് ആദ്യം മുതലേ പറയുന്നത്. ഈ വചനത്തിന് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോ അള്ളാഹു പറയുന്നു, വചനത്തിലൂടെ നടപ്പാക്കപ്പെടുന്നു കുൻ ഫയക്കൂൻ. അതല്ലാതെ വചനത്തിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി ഇല്ല. ഏതുപോലെ ഞാൻ ഇപ്പൊ ഇവിടെ കമന്റ് സെക്ഷനിൽ ക്രിസ്ത്യൻ ആദ്യം ഒരു മറുപടി പറഞ്ഞില്ല. ഇശയ്യാ പ്രവചന പുസ്തകം 55:11 പറയുന്ന പോലെ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ഒരു കാര്യം അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് പിതാവിൽ വരുന്നു എന്ന് ഇശയ്യാ പ്രവചനം പറയുന്നുണ്ടല്ലോ. ദൈവത്തിൽ നിന്ന് വചനം പുറപ്പെട്ട് ആ കാര്യം എന്താണോ അത് നടത്തിയിട്ട് ദൈവത്തിലോട്ട് വരുന്നു എന്ന് പറയുന്നില്ലേ? കംപ്ലീറ്റ് ചെയ്യാതെ വചനം തിരിച്ചു വരുമോ എന്ന് ചോദിക്കുന്നില്ല. അവിടെ ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇല്ല എന്നാണ് 55:11 പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് ഖുർആൻ അനുസരിച്ച് വചനത്തിന് സെൽഫായിട്ട് ഡിറ്റർമിൻ തീരുമാനം ഇല്ല. അള്ളാഹുവിന്റെ തീരുമാനമാണ് അവിടെ നടപ്പാകുന്നത്, മനസ്സിലായില്ല? ആ വചനത്തിന് സെപ്പറേറ്റ് ആയിട്ടൊരു തീരുമാനം ഇല്ല. വചനം മാംസമാകുന്ന പരിപാടി ഇല്ല എന്ന് ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. സെപ്പറേറ്റ് റിലയന്റ് ആയിട്ടൊരു എക്സിസ്റ്റൻസ് ഇല്ല. അതാണ് ഇത്ര നേരം ഇവിടെ ഇരുന്ന് ക്രിസ്ത്യനോട് പറഞ്ഞു. ഇനി 3ാമത്തെ മാനിഫെസ്റ്റേഷൻ ആയിട്ട് ക്രിസ്ത്യൻ പറയുന്നത് മെസ്സഞ്ചർ ഓഫ് അള്ളയാണ്, അള്ളാഹുവിന്റെ റസൂലാണ് 3ാമത്തെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ നിലനിൽക്കുന്ന വാദമാണ്. ഖുർആൻ തന്നെ പറയുന്ന അബ്ദ് എന്ന് പറയുന്നത് അടിമ. ക്രിസ്ത്യൻ ആദ്യം പറഞ്ഞത് ബൈബിളിൽ 3 ഉണ്ട്, തോറയിൽ 3 ഉണ്ട്, ഖുർആനിൽ 3 ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് തെറ്റിപ്പോയില്ലേ? മാനിഫെസ്റ്റേഷൻ ഇല്ലാന്ന്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ക്വാളിറ്റീസ് അവിടെ വരണം. എറ്റേണൽ ആയിരിക്കണം, സെൽഫ് റിലയന്റ് ആയിരിക്കണം. ദൈവം മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ക്രിസ്ത്യൻ മനസ്സിലാക്കുന്നത്? മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രകടമായ 3 രീതി. 3 ഒന്നുമില്ല. മാനിഫെസ്റ്റേഷൻ എന്താന്ന് ചോദിച്ചത്. എന്താണ് ഒരു വസ്തു മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ?
ആ വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞു. മാനിഫെസ്റ്റേഷന്റെ മീനിങ് പ്രകടമായത്, ദൈവത്തിന്റെ ദൈവം എങ്ങനെ നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ എങ്ങനെ വെളിപ്പെടുന്നു, അതാണ് മാനിഫെസ്റ്റേഷൻ. അവതരിക്കാന്ന് പറഞ്ഞൂടെ? മാനിഫെസ്റ്റേഷൻ രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ പോരെ ക്രിസ്ത്യ? അല്ല, രൂപാന്തരപ്പെടണം ട്രാൻസ്ഫിഗറേഷൻ ആണ്. രൂപാന്തരപ്പെടണം. മറ്റേ അല്ലല്ല, കറക്റ്റ് ആയിട്ട് പറയണ പ്രകടമായത്. ഇപ്പൊ പ്രകടം എന്ന് പറഞ്ഞ പ്രകടമായത് അത്രേ ഉള്ളൂ. ദൈവം പ്രകടമായതല്ല റസൂല്. മെസ്സഞ്ചർ ഓഫ് അള്ളാഹ് എന്ന് പറയുന്നത് ദൈവം പ്രകടമായതല്ല, മാനിഫെസ്റ്റേഷൻ അല്ല എന്നുള്ളത് മനസ്സിലായോ? അതെ, അബ്ദാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. യഹൂദർക്കും ഞങ്ങൾക്കും മാനിഫെസ്റ്റേഷൻ അങ്ങനെയല്ലല്ലോ ഇവിടെ പറഞ്ഞത്. ഇവിടെ ഖുർആനിൽ 3 മാനിഫെസ്റ്റേഷൻ ഉണ്ടെന്നാ പറഞ്ഞത്. അതിന്റെ യഹൂദർക്കും ഞങ്ങൾക്കും ഈ മാനിഫെസ്റ്റേഷൻ അത് ക്രിസ്ത്യന്റെ വകയാണ്. യഹൂദർക്കൊന്നുമില്ല. അതിലേക്ക് പോകണ്ട. അതിലേക്ക് അല്ലല്ല, ഒരു മിനിറ്റ് ക്രിസ്ത്യൻ മൈക്ക് എടുക്കല്ലേ. അതിലോട്ട് തൽക്കാലം ഇപ്പൊ പോകണ്ട. ഞാൻ ഒന്ന് സൂചിപ്പിച്ചു വെച്ചാണ്, നമുക്കത് പിന്നീട് പോകാൻ. അതാണ് 3 മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു വന്നതാണ് മെസ്സഞ്ചർ ഓഫ് അള്ളാഹ് എന്നുള്ളത്. മെസ്സഞ്ചർ ഓഫ് അള്ളാഹ് അള്ളാഹുവിന്റെ മാനിഫെസ്റ്റേഷൻ അല്ല, അള്ളാഹുവിന്റെ അടിമയാണ്, അബ്ദാണ്. ഖുർആൻ പറയുന്നു അബ്ദാണ് എന്നുള്ളത്. പിന്നെ അതെങ്ങനെ മാനിഫെസ്റ്റേഷൻ ആയിട്ട് ക്രിസ്ത്യ ഇവിടെ അവതരിപ്പിക്കും? അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു അല്ല. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അള്ളാഹു സൃഷ്ടിച്ചു അല്ലെങ്കിൽ അള്ളാഹു തന്റെ വചനം ഉപയോഗിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഖുറാനിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇത് 3 രീതിയിൽ അള്ളാഹുവിന്റെ റസൂലും അവൻ ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അള്ളാഹു തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ നിങ്ങള് ഇപ്പൊ 3 മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവരുന്നത് എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞേ. റസൂൽ ഓഫ് അല്ലാ, സ്പിരിറ്റ് ഓഫ് അല്ലാ, മെസ്സഞ്ചർ ഓഫ് അല്ലാ, സ്പിരിറ്റ് ഓഫ് അല്ലാ. അത് അറബി പറയുമ്പോ റസൂൽ ഓഫ് അല്ലാ. ഓക്കെ, അപ്പൊ കലാമുള്ള ഉണ്ടല്ലോ, ഖലീലുള്ള ഉണ്ടല്ലോ, അത് രണ്ടും ഈ സാധനം തന്നെ. നിങ്ങളുടെ പക്കലുള്ളത്, അതായത് നിങ്ങളുടെ വിശ്വാസത്തിലുള്ളത് ഇസ്ലാം മത വിശ്വാസത്തിൽ ഉണ്ട് എന്ന് സ്ഥാപിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണ്ട. ഇവിടെ ഒരാൾ ശ്രമിച്ചുകൊണ്ടിരിക്കണ്ട, സെബാസ്റ്റ്യൻ പന്നക്കൽ. ആ ഒരു പാതയിൽ വന്നിട്ട് നിങ്ങൾ വിളിച്ചുകൊണ്ടുവരും, അയാളെ വിളിച്ചുകൊണ്ടൊന്നോ നമുക്കോടൊന്നും സംസാരിക്കല്ല. ഇവിടെ ട്രിനിറ്റി എന്നുള്ള നിങ്ങളുടെ ത്രിത്വ വിശ്വാസം അത് നിങ്ങളുടെ പക്കലുണ്ട്, ഞങ്ങൾ അത് അംഗീകരിക്കുന്നു. പക്ഷെ അത് ഇസ്ലാമിലുണ്ട്. എനിക്ക് അതിലൊരു ചെറിയ എതിരഭിപ്രായം. സെബാസ്റ്റ്യൻ പുന്നിക്കലിനുമായിട്ട് ഉപമിച്ചതിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. സംഭവം പറയുന്ന ആശയം അങ്ങനെയാണെങ്കിലും സെബാസ്റ്റ്യൻ പുന്നിക്കലിന്റെ ഒരു ശൈലിയല്ല പുള്ളിക്കുള്ളത്. അത് നമ്മള് എന്താന്നറിയോ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് പറഞ്ഞു. ഇന്നിപ്പോ അവിടെ റൂമില് 2-3 കാര്യങ്ങൾ പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കേട്ടായിരുന്നു. ഫേസ്ബുക്ക് വഴി നോക്കിയപ്പോ കുറച്ചു നേരം ഒന്ന് കേട്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കണാണ്, ഇയാൾ ഇത്രത്തോളം കഴുതയായി പോയോ എന്നുള്ളത്. അത് പോട്ടെ, അത് വിട്ടുകളെ. ക്രിസ്ത്യൻ പറയുന്നത്, ക്രിസ്ത്യന്റെ വിശ്വാസം അത് ഇസ്ലാം മതത്തിൽ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ ആരാണ് ക്രിസ്ത്യൻ? ഞങ്ങളുടെ വിശ്വാസ പ്രകാരം ഞങ്ങളുടെ കയ്യിലുള്ളത്, ഞങ്ങൾ അനുവർത്തിച്ചു വരുന്നത്, ഞങ്ങൾ പുലർത്തുന്നത് ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇനി ഇവിടെ നിന്നിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ ഈ നാട് മുഴുവൻ കൊട്ടിഘോഷിച്ചത് കൊണ്ടോ ഒരു മുസ്ലിമിന്റെ അടുത്ത് പോലും പറഞ്ഞാൽ അവനത് നിങ്ങൾ പൊട്ടം കളിക്കണേന്നേ പറയുള്ളൂ ക്രിസ്ത്യൻ. അങ്ങനെ ഇല്ല. നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇപ്പൊ ഞാൻ നോക്കൂ, ഇപ്പൊ ഒരു വിശ്വാസി, ഞാനൊരു പാഴ്സി അതല്ലെങ്കിൽ ഒരു ജൈനനെ ഞാൻ കാണുന്നു. ജൈനന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ വിശ്വാസം എന്താ? അപ്പൊ അദ്ദേഹം അത് പറയുമ്പോൾ ഞാൻ പറയുന്നത് അല്ല, ഇങ്ങനെയുണ്ട് എന്ന് ഞാൻ പറയാൻ ഞാൻ ആരാണ്? അവരുടെ വിശ്വാസത്തിലുള്ളത്, ഇസ്ലാം മതത്തിലുള്ള വിശ്വാസത്തിൽ. എന്നാൽ നിങ്ങള് ഖുറാനിൽ തന്നെ ഒരു വചനമുണ്ട്, ബുർഹാനക്കും വഇൻ കുൻതും സ്വാദിഖീൻ. താങ്കള് സത്യമാണ് പറയുന്നതെങ്കിൽ, അഥവാ താങ്കൾ സത്യവാനാണെങ്കിൽ താങ്കൾ തെളിവ് തരൂ. ഞങ്ങൾക്ക് മൂന്ന് ദൈവങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഒരു തെളിവ് തരൂ താങ്കൾ. ചുമ്മാ അല്ല, ഞാൻ 3 ദൈവം അല്ലല്ലോ, ഒരു മിനിറ്റ് ക്രിസ്ത്യനെ
ക്രിസ്ത്യന് അതെന്താണെന്നറിയോ, ഇപ്പൊ ഒരുപാട് സമയമായി ക്രിസ്ത്യൻ നമ്മൾ ഈ ഒരു വിഷയത്തിൽ മാത്രം വട്ടിക്കറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പൊ ഒരുപാട് ആളുകൾ വേറെ പിന്നെ ഉണ്ട്. പിന്നെ അപ്പൊ നമുക്ക് നമുക്ക് പിന്നെ അടുത്ത ആളിലോട്ട് പോകണം. സംസാരിക്കാം. നമുക്ക് എന്നാ പിന്നെ പിന്നെ സംസാരിക്കാം. ഞാനതൊന്ന് ഓക്കെ 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 എന്നെ ഞാനതൊന്ന് ഒരു ചോദ്യം ചോദിക്കാൻ ഒരു അനുവദിക്കോ? ഒരൊറ്റ മിനിറ്റ്, ഒറ്റ സെക്കൻഡ് മൈക്ക് എടുക്കില്ല. ഞാൻ ഈ വിഷയം ഒന്ന് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഇത് ഇതിനകത്ത് നല്ല ഇസ്ലാമിക രീതിയിലാണല്ലോ സംസാരം, മ്യൂട്ട് ചെയ്യും. കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ വളരെ മാന്യമായിട്ട് നമുക്കടുത്ത അതെ, ഓക്കെ ഒരു ഓക്കെ ഓക്കെ കുഴപ്പമില്ല. നമുക്ക് ഓക്കെ അങ്ങനെ തന്നെ ശരി സംസാരിക്കാം. ഓക്കെ ഞാൻ എന്നാ പിന്നെ അപ്പൊ വരാം. ഞാനതൊന്ന് ഓക്കെ ഓക്കെ ഇരുന്നോളൂ നമുക്ക് സംസാരിക്കാം, പിന്നീട് സംസാരിക്കാം. ഞാനതൊന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ഇതിനകത്ത് പല നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളും വിശ്വസിക്കുന്നത് പോലെ ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം, ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഈ വചനം എന്ന് പറയുന്നത് സ്രഷ്ടാവോ സൃഷ്ടിയല്ല, അത് ദൈവത്തിന്റെ ഒരു കഴിവാണ്. ദൈവത്തിലുള്ള ഒരു ഗുണമാണ്, ഒരു കഴിവാണ്. നമ്മള് ആ ദൈവത്തിന്റെ ഗുണങ്ങളെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കഴിവുകളൊക്കെ തന്നെ അക്ഷരാർത്ഥത്തിൽ മറ്റൊരു ദൈവമായിട്ട് എടുക്കുകയാണെങ്കിൽ വലിയ അപകടമാണ്. അങ്ങനെ നമുക്ക് ഒരിക്കലും എടുക്കാൻ കഴിയില്ല. അതിന്റെ അപകടങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇനി ഇതിന് മറ്റ് കൗണ്ടറിലേക്കൊന്നും പോകണ്ടോ, ഞാൻ പറഞ്ഞ അടുത്ത ആളോട്ട് പോവാണ്. ദൈവത്തിന്റെ വചനം മറ്റൊരു ദൈവമാണ് എന്ന് പറയുന്നു. ദൈവത്തിന്റെ വചനം യേശുക്രിസ്തു ദൈവത്തിന്റെ വചനമാണ്, മറ്റൊരു പൂർണ്ണ ദൈവമാണ് എന്ന് നമ്മുടെ സഹോദരങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്കൊരു സംശയമുള്ളത്, ഈ ഒറ്റ വചനം മാത്രമേ ദൈവത്തിനുള്ളൂ, അതോ മറ്റു വചനങ്ങളും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ മറ്റു വചനങ്ങൾ ഉണ്ടെങ്കിൽ അതും എന്താവേണ്ടി വരും, നമ്മൾ ദൈവമായിട്ട് കണക്കൂട്ടേണ്ടി വരും. അപ്പോൾ ഒന്നിൽ നിന്ന് രണ്ടിലോട്ട് പോകും, മൂന്നിലോട്ട് പോകും, നാലിലോട്ട് പോകും. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിക വിശ്വാസപ്രകാരം ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് മറ്റൊരു പൂർണ്ണ ദൈവമല്ല. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ അതൊരു സൃഷ്ടിയുമല്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് അതിന്റെ ഇസ്ലാമിക കാഴ്ചപ്പാട്. താങ്കൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസ സംഹിതയിലോട്ട് ഇസ്ലാമിനെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ വന്നത്. നമുക്ക് മറ്റൊരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാം. ഇപ്പോഴുള്ള ആളുകളിലോട്ടൊക്കെ ഒന്ന് പോയതിനു ശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ആളെ വിളിക്കാം. ഇനിയിപ്പോ സനോജ് ആരാണ്? നമ്മുടെ വിഷയത്തിലോട് വരാം. നമ്മുടെ ജോൺസൺ സംസാരിച്ച വിഷയം മത്തായി 26:29. ജോൺസൺ. അതെ വിഷയത്തിലോട്ട് വരാം. അതാണ് ഞാനിതൊന്ന് കൺക്ലൂഡ് ചെയ്ത് അവസാനിപ്പിച്ചത്. ഇത് നമ്മുടെ വിഷയമായിരുന്നില്ലെന്ന്. ഓക്കെ, ജോൺസൺ എന്റെ ഡീപ്പിലോട്ട് നോക്കിയിട്ടൊന്ന് വായിക്കാവോ? മൊത്തം 26-29 കിടപ്പുണ്ടൊന്ന് വായിക്കാവോ? ഇവര് പറഞ്ഞു ഉരുവായി മാറി എന്ന് പറയുന്നില്ലേ, അത് തലമുടി എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗവും അങ്ങനെ ആയി മാറി എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ മുടി മുറിക്കാൻ പാടില്ല, മാർക്കഞ്ച് വരെ ചെയ്തിട്ടില്ലേ, അല്ല സുന്നത്ത് വരെ ചെയ്തിട്ടില്ലേ, അപ്പൊ വചനം മുറിച്ചു എന്ന് പറയാ. അല്ല എനിക്ക് തോന്നിയതാണ്, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്റെ സിനാനെ മാംസമായി നീ ഇങ്ങനെ കുരു ആക്കല്ലേ, ഒരു മുട്ടത്തോട് ശരി ശരി. അല്ല അത് 26-29 വായിച്ചോ. സ്വർഗത്തില് കിട്ടുവോ മുന്തിരി? പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അത് യഹൂദർക്ക് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. മുന്തിരിവള്ളിയുടെ അനുഭവം എന്താ? മുന്തിരിവള്ളിയുടെ അനുഭവം മുന്തിരിവള്ളിയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് അതിന്റെ അർത്ഥം. മുന്തിരിച്ചാറിന്റെ വൈന് രസം വരില്ലേ? ദൈവരാജ്യത്തെ യേശു വിശേഷിപ്പിക്കുന്നത് ഒരു വിരുന്നിനോടാണ്, സ്വർഗീയമായ ഒരു വിരുന്നിനോടാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കഴിക്കുന്ന ഭക്ഷണമല്ല സ്വർഗത്തിലെ കഴിക്കുന്ന ഭക്ഷണം. ഇവിടത്തെ മുന്തിരിയല്ല സ്വർഗത്തിലെ മുന്തിരി എന്ന് പറയുന്നത്. അതായത് മുന്തിരി എന്നുള്ള അർത്ഥത്തിലല്ല, അത് സ്വർഗീയമായ ഒരു ഭക്ഷണമാണ്. സ്വർഗത്തിലെ ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. സ്വർഗത്തിലുള്ള ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അല്ല ജോൺസേട്ടാ, അപ്പൊ സ്വർഗത്തിൽ അങ്ങനെ ഒരു ഭക്ഷണവും സ്വർഗീയ ഭക്ഷണവും സ്വർഗീയ ഇതൊക്കെ ഉണ്ടോ, പാനീയങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനത്തെ ഒരു സ്വർഗം തന്നെയാണോ? നോക്കൂ, ഞാൻ പറയട്ടെ, ഭൂമിയിലെ ഭക്ഷണപാനീയമല്ല സ്വർഗത്തിലെ ഭക്ഷണപാനീയം. അല്ല ആയിക്കോട്ടെ ഇതൊരു സംശയമാണ്. അല്ലല്ല ഇതിലെ ജോൺസേട്ടാ ഒറ്റ സംശയം, എനിക്കൊരു ക്ലാരിറ്റി വരുത്തി വെക്കാനാണ്. ഞാൻ പിന്നെ ഇതിമ്മ പിടിക്കുന്നില്ല.
ബാക്കി ചർച്ചയിലോട്ട് പോവാം. ഈ ഒരു സംശയം ക്ലാരിറ്റി വെച്ചിട്ട് നിങ്ങൾ അടുത്തതിലോട്ട് പോയിക്കോളൂ. എനിക്ക് സംശയം ഇതാണ്, ഇപ്പൊ ഭൂമിയിലത്തെ വ്യത്യാസം ഉണ്ടായിക്കോട്ടെ, അതൊന്നല്ല ഞാൻ ചോദിച്ചത്. അങ്ങനെ സ്വർഗത്തിൽ സ്വർഗീയമായിട്ടുള്ള ഒരു മുന്തിരിയും അല്ലെങ്കിൽ സ്വർഗീയമായിട്ടുള്ള ഒരു ആഹാരമോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, സ്വർഗീയമായിട്ടുള്ള രീതിയിൽ ഒരു അന്നപാനീയങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദ്യം. ഉണ്ടോ ഇല്ലേ? യേശു എന്നിട്ട് പറഞ്ഞ അടുത്ത വാക്കുകള് ഇതിലോട്ട് പോകും. എനിക്കൊരു ക്ലാരിറ്റി. അല്ല, യേശു പറഞ്ഞ വാക്കുകള് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇതേ കാര്യം യേശു പറയുന്നത് എന്താന്ന് വെച്ചാല് പക്ഷെ അതൊക്കെ വിടൂ, അതൊക്കെ വിടൂ. ജോൺസേട്ടാ ഇപ്പൊ, ഞാൻ ചോദിച്ചിത്രേ ഉള്ളൂ. എങ്ങനെ പറഞ്ഞോട്ടെ, അതല്ല എന്റെ ചോദ്യം. ലളിതമാണ്. ഭൂമിയിലെ വിഷയം വിട്ടേക്കൂ. സ്വർഗത്തില് സ്വർഗീയമായിട്ടുള്ള രീതിയിൽ ഒരു മുന്തിരി ആവട്ടെ, അന്നപാനീയങ്ങളാവട്ടെ, എന്തോ ആവട്ടെ, അത് സ്വർഗീയമായിട്ടുള്ള രീതിയിൽ ഇപ്പൊ ജോൺസൺ വിശ്വസിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്ന ഒരു സ്വർഗത്തില് അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ, അതൊന്നും എനിക്ക് അറിഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് മറ്റു ചർച്ചയിലോട്ട് പോകണം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എനിക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിട്ട് ചോദിക്കാം. നമുക്ക് സ്വർഗത്തിൽ ചെന്നാൽ നമുക്ക് കൃത്യമായ ഒരു വിവരം അതിനെക്കുറിച്ച് ലഭിക്കും. നമുക്ക് സ്വർഗത്തിൽ ചെന്നാൽ ഇപ്പോൾ യേശു പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെയുള്ളത് പോലെയുള്ള ഒരു സന്തോഷം അല്ലല്ല, കുറച്ചു മുമ്പ് ജോൺസേട്ടൻ പറഞ്ഞു വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴേക്കും താങ്കൾ പിന്നെ അവിടെ നിന്ന് വിട്ട് മറ്റേ തിരിഞ്ഞു പോയല്ലേ. ഞാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. താങ്കൾ നേരത്തെ പറഞ്ഞു. അല്ലല്ല, സ്വർഗരാജ്യത്തെ യേശു ഒരു വിരുന്നിനോടാണ് ഉപമിക്കുന്നത്. അതല്ല, താങ്കൾ സ്കിപ്പായി പോലെ സ്കിപ്പായി പോലെ. താങ്കൾ നേരത്തെ പറഞ്ഞു ആ മുന്തിരി എന്ന് പറയുന്നത് ഒരു മിനിറ്റ്, ആ മുന്തിരി എന്ന് പറയുന്നത് ഒരു സ്വർഗീയ മുന്തിരിയാണ്, അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ പോലെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആയിക്കോട്ടെ, ഭൂമിയിലതുപോലെ ആവണ്ട, സ്വർഗീയമായതായിക്കോട്ടെ. അത്തരത്തിൽ സ്വർഗീയമായത് എന്ത്, അത്തരത്തിലുള്ള ഒരു അന്നപാനീയം, ഇപ്പൊ ഒരു ഭക്ഷണം, ഒരു ആഹാരം അല്ലെങ്കിൽ ഒരു അന്നം, ആഹാരത്തിൽ കാണുന്നതാണല്ലോ ഈ മുന്തിരി, ഒരു ഭോജന വസ്തുവാണല്ലോ. അപ്പൊ സ്വർഗീയമായ തരത്തിൽ അവിടെ ഇപ്പൊ ജോൺസൺ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്ന ഒരു സ്വർഗത്തിൽ അത്തരത്തിലുള്ള അന്നപാനീയങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അത് താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അത് സ്വർഗീയമായിട്ടുള്ള രീതിയായിരിക്കും, അതിലെനിക്ക് തർക്കമൊന്നുമില്ല. നമ്മൾ ഭൂമിയിലുള്ള കാര്യങ്ങളായിട്ട് ഒരു തരത്തിലും വ്യത്യാസമുണ്ട്. ഭൂമിയിലെ ഭക്ഷണത്തിൽ നിന്ന് വ്യത്യാസമുണ്ട്. ജോൺസാ പ്ലീസ് ഞാൻ ഇടപെടുന്നതിന് ക്ഷമിക്കുക. അതെനിക്ക് മനസ്സിലായി. ഭൂമിയിൽ നിന്നുള്ളതിൽ നിന്നൊക്കെ പാടെ വ്യത്യാസമുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ വീണ്ടും എടുത്ത് ചോദിച്ചത്. സ്വർഗീയമായിട്ടുള്ളൊരവസ്ഥയിൽ, സ്വർഗീയമായിട്ടുള്ള ഉന്നതിയിൽ, ഒരു ഔന്നത്യത്തിൽ അവിടെ ഉണ്ട് എന്ന് തന്നെയല്ലേ താങ്കൾ പറഞ്ഞത്? അവിടെ ഉണ്ട് അതൊന്ന് ഒരു വിരുന്നിന്റെ അനുഭവം നമുക്ക് അവിടെ ഉണ്ട്. എന്താണ് ജോൺസൺ നിങ്ങൾ എങ്ങനെ കേൾക്കൂ, വിരുന്ന് അല്ല നമ്മുടെ താങ്കൾക്കത് പറയാൻ മടി. ഒരു മിനിറ്റ്, സ്വർഗത്തിൽ നമുക്ക് വിശപ്പോ ദാഹമോ ഇല്ല. സ്വർഗത്തിൽ നമുക്ക് വിശപ്പോ ദാഹമോ. ഒരു മിനിറ്റ് നമുക്ക് ഓരോന്നായിട്ട് പോവാം. അങ്ങനെയെങ്കിൽ നേരത്തെ ജോൺസൺ ആ മുന്തിരിയുടെ വിഷയം പറഞ്ഞു, അതൊരു സ്വർഗീയമായിട്ടുള്ള ഒരു മുന്തിരിയാണെന്ന് പറയേണ്ട ആവശ്യം എന്താണ്? അവിടെ വിശപ്പോ ദാഹമോ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വർഗീയമായ ഒരു മുന്തിരിയുടെ ആവശ്യമില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് മുന്തിരിവള്ളിയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. വീഞ്ഞ് ഒരു സന്തോഷമാണ്, വീഞ്ഞൊരു ലഹരിയാണ്, വീഞ്ഞൊരു സന്തോഷമാണ്. മുന്തിരിവള്ളിയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ നോക്കൂ, ഒരു പോഷണമാണ്. അത് ശരീരത്തിന് ഏറ്റവും ഉന്മേഷദായകമായ ഒരു പോഷണമാണ് മുന്തിരി എന്ന് പറയുന്നത്. അപ്പോ സ്വർഗത്തിൽ നമുക്ക് വിശപ്പോ ദാഹമോ ഇല്ല. അവന്റെ മുഖം, ദൈവത്തിന്റെ മുഖം കാണുന്ന സ്ഥലമാണ് സ്വർഗം. അവിടെ നമ്മൾ എല്ലാം മറക്കും. വിശപ്പില്ല, ദാഹമില്ല, ഭാര്യ ഭർത്താക്കന്മാരില്ല, അവിടെ വിവാഹം കഴിക്കുന്നില്ല, കുട്ടികളെ പ്രസവിക്കുന്നില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യസന്തോഷത്തോടുകൂടി അവർ മാതാപിതാക്കൾ 100 കിട്ടുന്ന വചനം തരട്ടെ. മാതാപിതാക്കൾ എല്ലാം അവിടെ ഉണ്ടാകും. എവിടെ? നമ്മുടെ സ്വർഗത്തിൽ ഈ പറയുന്ന എല്ലാവരും ഉണ്ടാകും. അവിടെ മാനുഷികമായ ബന്ധങ്ങൾക്കല്ല പ്രധാനം. ദൈവം മാതാപിതാക്കളെ 100 ഇരട്ടി കിട്ടുമെന്ന് വചനമുണ്ട്. വേണോ? ഭാര്യമാരുൾപ്പെടെ വേണോ? 100 ഇരട്ടി കിട്ടും എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ. ഇപ്പൊ നമുക്ക് ഒരു അമ്മയല്ലേ ലോകത്തുണ്ടാവുള്ളൂ? ഞാൻ ചോദിക്കട്ടെ, ഒരു അമ്മയല്ലേ ലോകത്തുണ്ടാവുകയുള്ളൂ? 100 അമ്മ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ദൈവത്തിന് തരാൻ കഴിയും.
ദൈവം കഴിവുള്ളവനല്ലേ? ദൈവത്തിന് അതിന് കഴിവില്ലേ? 100 അമ്മമാര് തരാനുള്ള കഴിവില്ലേ ജോൺസൺ ചേട്ടാ? അല്ല, 100 അമ്മയിൽ നിന്ന് നമുക്ക് ജനനമുണ്ടോ? 100 അമ്മയിൽ നിന്ന് ജനിക്കും. നിങ്ങള് ദൈവരാജ്യത്ത് പോവാൻ നിങ്ങൾ ഒരു വട്ടം കൂടി ജനിക്കണം എന്ന് യേശുക്രിസ്തു പറഞ്ഞില്ലേ? അതിന്റെ അർത്ഥം ഒന്നുകൂടി ജനിക്കണം എന്നുള്ളതല്ലോ. ആ ജനനം എന്ത് പറയുന്നത്? ആ ആത്മീയമായ ജനനമാണ്. അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. വായിച്ചോളാം, ഞാനത് പറഞ്ഞിട്ടില്ല. ഇവിടെ ഏത് ചോദിച്ചു? കർത്താവായ യേശുവിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന വ്യക്തിയാണ് വീണ്ടും ജനിക്കുന്നത്. അതിനെയാണ് ജനനം, ആത്മാവിലുള്ള ജനനം. അല്ല, നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഈ വീഞ്ഞിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. എന്ന് പറയുന്നത് ഭൂമിയിലെ വീഞ്ഞ് പോഷണത്തിനും ഭക്ഷണത്തിനും സന്തോഷത്തിനുള്ളതാണ്. എന്നാൽ സ്വർഗത്തിൽ വിശപ്പോ ദാഹമോ ഇല്ല. എന്നാൽ നാം ദൈവത്തിന്റെ മുഖത്ത് നോക്കി കോടാനുകോടി വർഷങ്ങൾ നിത്യതയിൽ നമ്മൾ സന്തോഷിക്കാൻ പോവുകയാണ്. ആ ഒരു സന്തോഷത്തിന്റെ അനുഭവത്തെയാണ് യേശു ഇവിടെ വിവരിക്കുന്നത്. മാത്രമല്ല ഇംഗ്ലീഷിൽ ഐ ടെൽ യു I will not drink from this fruit of the vine from now on until that day. കോണ്ടസ്റ്റും ആ വാക്യങ്ങളും ഒരു 3-4 വാക്യം മുമ്പ് എന്നാണ് വായിച്ചു കൊടുക്കട്ടെ. പാനപാത്രം എടുക്കണ്ട, അതിന് മുമ്പത്തെ മുതലായി. എന്നാൽ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദ, ഞാനോ റബ്ബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്നാവും പറഞ്ഞു. ലാസ്റ്റ് സപ്പറാട്ടോ. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. ഏതാ കൊടുക്കുന്നതെന്ന് അറിയോ? സ്തോത്രം ചൊല്ലിയിട്ട് കൊടുത്ത് പാനപാത്രത്തിലെ വീഞ്ഞാ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറയാണ്, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോട് കൂടെ പുതുതായി കുടിക്കും നാൾ വരെ ഞാൻ ഈ മുന്തിരി വള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വളരെ വ്യക്തമാണ് ഇവിടെ. അതായത് പാനപാത്രത്തിൽ നിന്ന് സ്തോത്രം ചൊല്ലി അത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ശിഷ്യന്മാർക്കൊക്കെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി നമ്മള് അടുത്തതായിട്ട് ഇത് കുടിക്കുക, ഇതുപോലെ ഒരുമിച്ചിരുന്ന് കുടിക്കുക എന്റെ പിതാവിന്റെ രാജ്യത്തിൽ വെച്ചായിരിക്കും എന്നാണ് അവിടെ പറയുന്നത്. ഇനി ആ മുന്തിരിവള്ളിയുടെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബന്ധങ്ങളുടെ ശ്രേഷ്ഠതയാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കുർബാന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന വീഞ്ഞ്, യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞു കൊടുക്കുന്ന വീഞ്ഞ് തെറ്റാണെന്നാണ് ജോൺസൺ ചേട്ടനോട് പറയുന്നത്. അത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടെ ബന്ധങ്ങളാണ് പറയുന്നത്. അത് ബന്ധമല്ല, അത് വീഞ്ഞാണ് എന്നുണ്ടെങ്കിൽ ഇതും വീഞ്ഞാണ് ജോൺസൺ ചേട്ടാ. അതാണ് തൊട്ട് മുകളിൽ 2 വചനം നോക്കിയിട്ട് വേണ്ടേ നമ്മൾ ഇതിനെ വിശദീകരിക്കാൻ. അല്ല, അതിപ്പോ നമ്മുടെ ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അവിടെ നമുക്ക് അഭിപ്രായമല്ല, ഭൂമിയിലുള്ള മുന്തിരി അല്ല സ്വർഗത്തിലെ മുന്തിരി, അത് ഞങ്ങൾക്കും അറിയാം. ഭൂമി ദൈവം സൃഷ്ടിച്ചത് എന്തിനാണ്? മനുഷ്യന്റെ പാർപ്പിന് വേണ്ടിയാണ് ഭൂമി ദൈവം സൃഷ്ടിച്ചത്. എന്തിനാണ് ഭൂമിയിൽ ദൈവം ഇവിടെ ഇതൊന്നും ചോദിച്ചില്ലല്ലോ. ഇതൊക്കെ നമുക്ക് ഒരേ അഭിപ്രായമുള്ള കാര്യങ്ങളാണ്. ഞാൻ പറയട്ടെ, സ്വർഗത്തിൽ വെച്ച് വീഞ്ഞ് കുടിക്കുവോ കുടിക്കില്ല, അതാണ് ചോദ്യം. സ്വർഗത്തിൽ വെച്ച് വീഞ്ഞ് കുടിക്കുവോ? ഞാൻ പറയട്ടെ, അതായത് ഭൂമിയിലുള്ള ഒരേ അനുഭവത്തിന്റെ അതേ റിപ്ലിക്കേഷനോ ഡ്യൂപ്ലിക്കേഷനോ അല്ല സ്വർഗത്തിൽ നടക്കുന്നത്. വീഞ്ഞ് അവിടെ നമുക്ക് ഭൂമിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വീഞ്ഞ് നൽകുന്ന പോഷണവും ഭക്ഷണവും സന്തോഷവും അവിടെ കിട്ടും. അവിടെ പന്തിക്കിരിക്കും, ഒരു ഫീസ്റ്റിനോട്, ഒരു വിരുന്നിനോടാണ് ഞാൻ ചോദിച്ചില്ല, ആ സാധനം അവിടെ കിട്ടുന്നു മാത്രമേ ചോദിച്ചുള്ളൂ. അങ്ങനെ ഒരു ഐറ്റം അവിടെ ഉണ്ടോ? സ്വർഗരാജ്യത്ത് മുന്തിരിവള്ളികളുടെ വീഞ്ഞുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ ചോദ്യമല്ല. സ്വർഗരാജ്യത്ത് മുന്തിരിവള്ളി ഉണ്ടോന്ന് ചോദിച്ചാണ് ഞാൻ. അല്ല, മുന്തിരിച്ചാറുണ്ടോന്ന്. അവിടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു പോഷണത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. നമുക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായം. അവിടെ വേറെ അഭിപ്രായം. എന്റെ ജോൺസൺ ചേട്ടാ, അവിടെ നമുക്ക് രണ്ടുപേർക്കും ഒരേ അഭിപ്രായമാണ്. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വർഗത്തിൽ നമുക്ക് ദാഹമില്ല, വിശപ്പില്ല, നമുക്ക് പ്രയാസങ്ങളില്ല, കണ്ണുനീരില്ല. നമ്മളെപ്പോഴും സന്തോഷത്തിന്റെ അനുഭവത്തിലാ. കാരണം എന്താണ്? നമ്മൾ ദൈവമുഖം കാണുകയാണ് സ്വർഗത്തിൽ. പറഞ്ഞു സ്വർഗരാജ്യത്ത് ബാക്കി അടിക്കാന്ന് പറഞ്ഞു. ആ വീഞ്ഞ് അവിടെ കിട്ടൂല്ലേ? അത്ര അനുഭവം കിട്ടും, പോഷണം കിട്ടും, ന്യൂട്രിയൻസ് കിട്ടുമോ, സന്തോഷം കിട്ടുന്നൊന്നും വേണ്ട. ഒന്നും ചോദിച്ചില്ല, ഈ വീഞ്ഞ് അവിടെ കിട്ടുന്നില്ല. എത്ര പറഞ്ഞത്?
ഈ മുന്തിരി വള്ളിയൊക്കെ ഉണ്ടല്ലോ, ഭൂമിയിലെ ഒരു ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഈ മുന്തിരി വള്ളി. ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചതാണ് ഈ മുന്തിരിവള്ളി. എന്തിനാണ്? ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യന് കഴിക്കാൻ, ഭക്ഷിക്കാൻ, ഇതൊന്നും ചോദിച്ചില്ല ജോൺസൺ ചേട്ടാ, ഇതൊന്നും നമ്മൾ ചോദിച്ചില്ല. യെസ് ഓർ നോ? സ്വർഗനിവാസികൾക്ക് സ്വർഗത്തില് എന്റെ ചേട്ടാ സ്വർഗനിവാസികൾക്ക് ആവശ്യമില്ല. അല്ല ജോൺസാ, ആവശ്യമുണ്ടോ ആവശ്യമില്ല എന്നല്ല അപ്പൊ യേശുസ് കള്ളം പറഞ്ഞു. ഈ വീഞ്ഞിന്റെ ബാക്കി നമുക്ക് സ്വർഗ്ഗരാജ്യത്ത് അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വീഞ്ഞ് അവിടെ സ്വർഗം എന്ന് കിട്ടൂല. പറയുന്നത് എന്താണെന്ന് അറിയാമോ? സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ദൈവത്തിന്റെ മുഖം കാണാനാണ് ചോദിച്ചില്ല എന്റെ സഹോദര. ഈ കണ്ണുനീരില്ല. നമ്മളവിടെ നിത്യം ആനന്ദിക്കുന്നവരെ. എന്താന്നറിയോ ജോൺസ, എല്ലാവരും കൂടി ഇങ്ങനെ മൈക്കെടുത്ത് ബഹളം വയ്ക്കുമ്പോഴേ തല ഇങ്ങനെ പെരുക്കുന്നു. ഓരോരുത്തർ സംസാരിച്ചിട്ട് പോയിരിക്കുന്നല്ല, അതായിരിക്കും കേൾക്കാൻ രസം. എന്തായാലും ഞാൻ ഒറ്റ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ജോൺസൺ 2-3 കാര്യങ്ങൾ വൈരുദ്ധ്യം പറഞ്ഞു. ജോൺസൺ ആദ്യം പറഞ്ഞു സ്വർഗത്തില് മുന്തിരിയുണ്ട്, അതൊരു സ്വർഗീയമായിട്ടുള്ളൊരു മുന്തിരിയാണ്, ഭൂമിയിലതുപോലെയല്ല, എന്തൊരു സ്പെഷ്യലാണ്. ആയിക്കോട്ടെ. അപ്പൊ പിന്നെ അവിടെ അങ്ങനെ ഉണ്ടോ എന്ന് ഞാൻ വീണ്ടും കൂടി ഒന്ന് എടുത്തി വെച്ചപ്പോ ജോൺസൺ അവിടെ ഉരുണ്ടു. ജോൺസൺ അവിടെ ഒരു ഉത്തരം തന്നില്ല. പിന്നെ വിശപ്പില്ല എന്നായി. അപ്പൊ പിന്നെ അവിടെ ഒരു മുന്തിരി ഉണ്ടെന്ന് പറഞ്ഞ വൈരുദ്ധ്യമായി മാറി. നേർക്ക് നേരെ ചോദ്യങ്ങൾ വരുമ്പോ ചോദ്യങ്ങളെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യും, വ്യക്തത വരുത്തിയിട്ട് പോയിരിക്കുന്നല്ലോ ജോൺസൺ. ഇപ്പൊ അവിടെ നബീലിക്കും അനീഫിക്കും ചോദിക്കുന്നുണ്ട്. അവര് ചോദിച്ചു വെച്ചതിന് ശേഷം എന്ത് ചെയ്യാ, താങ്കൾ മറുപടി പറയാം. അവര് സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി തന്നു കഴിഞ്ഞാലേ ഭയങ്കര ബഹളം. പ്രത്യേകിച്ചും ജോൺസന്റെ സൗണ്ട് എന്റെ അമ്മ വല്ലാത്ത സൗണ്ടാ. ഓക്കെ ഫാദുക്ക, ഞാൻ ഒന്നുമില്ല. കുറച്ച് നബീൽ ഭായ് നേരത്തെ ചോദിച്ചിരുന്നു, ബാക്കി അവിടെ നിന്ന് കുടിക്കാന്നാണ് യേശു പറഞ്ഞത്. അത് അവിടെ കിട്ടുമോ ഇല്ല എന്നുള്ളതാണ് യേശു പറഞ്ഞത്. അവിടെ മനോജ് ഭായ് മൈക്ക് എടുക്കല്ലേ, ജോൺസൺ ചേട്ടനല്ലേ സംസാരിക്കണം. ഒരു മിനിറ്റ് മനോജ് ഭായ്. ജോൺസൺ ബ്രോ, നബീൽ ഭായ് അവിടെ വായിച്ചത് സംസാരിച്ചോട്ടെ, കൂടുതൽ അറിവുള്ളവർ സംസാരിച്ചോട്ടെ. ഞാൻ പറയുന്നത് യേശു ക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല, അത് സന്തോഷവും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ്. ആ വചനം ഒന്ന് വായിച്ചേ. നബീൽ ഭായ് ആ വചനം ഒന്ന് കൊടുത്തേ അദ്ദേഹത്തിന്. ജോൺസൺ ഭായിക്ക് ആ വചനം ഒന്ന് കൊടുത്തേ, പുള്ളി ഒന്ന് വായിക്കട്ടെ. മത്തായി 26:29. ഞാൻ ഒന്നുകൂടി വായിക്കാം. ഞാൻ ഒരു വട്ടം കൂടി വായിച്ചു തരാം കേട്ടോ, ഇനി വായിക്കൂല. ജോൺസൺ എത്ര മണിക്ക് വന്നതാ? ആ സമയം നോക്കിയില്ലേ, ഞാൻ കുറെ നേരമായി, 10 മണിക്ക് തുടങ്ങിയതാ. ഞാൻ വായിക്കാം കേട്ടോ. അതെ, വചനം വായിക്കാണ് ജോൺസൺ ചേട്ടാ, വചനം വായിക്കാം. മത്തായി 26 മുതൽ വായിക്കാം. നല്ലോണം ജോൺസൺ ചേട്ടാ, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യോടെ. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോട് കൂടെ പുതുതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ സ്തോത്രം പാടിയ ശേഷം ഒലിവ് മലയിലോട്ട് പുറപ്പെട്ടു പോയി. ഇത്രയുള്ളൂ അവിടെ. ജോൺസൺ ബ്രോ, അപ്പൊ ഞാൻ മറുപടി പറയട്ടെ. അതായത് ഇത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ അല്ല ഞാൻ മറുപടി പറയാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ 34-ാമത്തെ വാക്യം, അല്ല 34-ാമത്തെ യേശുവിന്റെ പറയുന്നു. യേശുവിന്റെ വചനങ്ങൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ് യേശുവിനോട്. ഞാൻ വായിക്കാം 34. അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരയണമേ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബന്ധമില്ലാത്തൊരു വചനായിട്ട് ജോൺസൺ ചേട്ടാ. അവിടെ ഉദ്ദേശിച്ചത് തിയോളജിക്കൽ ഹങ്കറാണ്, ഫിസിക്കൽ ഹങ്കറല്ല അവിടെ ഉള്ളത്. അവിടെ തിയോളജിക്കൽ ഹങ്കറാണ് ഇദ്ദേഹം പറയുന്നത്. വിശക്കില്ല ദാഹിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിസിക്കലായിട്ടുള്ള അർത്ഥത്തിലല്ല യേശു ക്രിസ്തു ഇവിടെ പറയുന്നത്. മത്തായിലോട്ട് വാ, അപ്പം തരാം, സ്വർഗത്തിലേക്ക് വരൂ, ഞാൻ നിങ്ങൾക്ക് അപ്പം തരാം എന്നല്ലേ യേശു പറയേണ്ടത്? യേശു എന്താ പറഞ്ഞത്? ഇല്ല. അപ്പൊ സ്വർഗത്തിൽ ചെന്നാൽ നിങ്ങൾ വിശക്കുന്നവരായോ ദാഹിക്കുന്നവരായോ ഒരു നാളും കാണുകയില്ല. വിശക്കാത്തവനും ദാഹിക്കാത്തവനും എന്തിനാണ് വീഞ്ഞ്?
അവരെപ്പോഴും ദൈവമുഖം കാണുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന അനുഭവത്തിലാണ്. അവിടെ എന്തിനാണ് നമ്മൾ വീഞ്ഞ അന്വേഷണം അല്ല എന്തിനാണ് ഇത് യേശു മത്തായിക്കാരൻ നിസു ഒരു യേശു മിനിറ്റ്, ഇത് മത്തായിക്കാരന് അറിയില്ലായിരുന്നോ? അല്ലെ യേശു ക്രിസ്തുവിന് അവിടെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മത്തായി 26:29. ഇനി അതിന്റെ കമന്ററി എടുത്ത് വായിക്കട്ടെ ജോൺസൺ ചേട്ടാ, ഓരോ കമന്ററി ആയിട്ട് എടുത്ത് വായിക്കട്ടെ. യേശു സ്വർഗരാജ്യത്തെ ഒരു വിരുന്നിനോട് അപ്പം യേശു ക്രിസ്തുവാണ്, നൂൽപുട്ടാരാണ്? വിരുന്നിലുള്ളത് അപ്പവും വീഞ്ഞുമാണ്. വിരുന്നിൽ കിട്ടുക ഒരു അനുഭവത്തെ കുറിച്ച്, സന്തോഷത്തെ കുറിച്ച് നമ്മളോട് പറയുക. അതായത് ഒരു മിനിറ്റ് ജോൺസ അങ്ങനെ പോവല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ജോൺസ, അതായത് സ്വർഗത്ത് പോയിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ മോന്തേ നോക്കിക്കല, അല്ലാതെ വേറെ ഒരു ഇതും ഇല്ല. നമുക്ക് വേറെ ഒരു പരിപാടി അവിടെ നടക്കൂല. കള്ളും പെണ്ണും അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള സ്ഥലങ്ങൾ വേറെ. കള്ളും പെണ്ണും വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. കള്ളും പെണ്ണും വേണ്ട, ബാക്കിയുള്ള എന്തെങ്കിലും പറഞ്ഞു. നമുക്കത് വേണ്ട. കള്ളും പെണ്ണും ഇവിടെ മതി. നമുക്ക് സ്വർഗത്തിൽ ചെന്നാൽ കള്ളും പെണ്ണും ഇവിടെ മതി. എന്തിനാ സ്വർഗത്തിൽ ചെന്നാൽ കേട്ടല്ലോ എല്ലാരും? കള്ളു പെണ്ണ അട വേണ്ട, ഇവിടെ മതിയെന്ന് റാസ്പുട്ടിൻ പറഞ്ഞ കാര്യമാണ്. കാരണം ഇവിടെ ദാവീദിന് ഭാര്യമാരുണ്ടായിരുന്നു, പിന്നെ സോളമന് ഭാര്യമാരുണ്ടായിരുന്നു. അവരെ കർമാദിച്ചല്ലേ, അതിനൊന്നും തെറ്റില്ലല്ലോ. വെള്ളം അടിച്ചിരിക്കുന്നു. ഇവിടെ മറ്റേ അടിച്ചു പൊളിക്കാന്ന് ചോദിച്ചാൽ അങ്ങനല്ല. നമ്മുടെ ഇവിടെ ഈ ലോകത്ത് കിട്ടുന്ന സുഖങ്ങൾ അനുഭവിക്കുക. അതാ പറഞ്ഞത്, പെണ്ണ് സുഖം, കള്ളു സുഖം, നിങ്ങളുടെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ. അതാണ് പ്രശ്നം. പിന്നെ നിങ്ങൾ എന്താണ് സുഖം? പിന്നെന്താ നിങ്ങൾ എന്താ കണ്ട സുഖം? അല്ല ഒരു മിനിറ്റ്, എനിക്ക് നിസ്സുനോട് രണ്ട് വായനയൊക്കെ അടിക്കുക, അല്ലാതെ അതല്ല കള്ളു സുഖം. അതാണ് കള്ളു സുഖം. അയ്യടാ, അതാണ് കള്ളു സുഖം. രണ്ട് ബഗ് അടിക്കുന്ന കള്ളു സുഖം. പിന്നെ വേറെ എന്താ വേണ്ടേ? റാസ്പുട്ടിൻ ഇച്ചിരി മുമ്പ് പറഞ്ഞിരുന്നു, ഞാൻ ഇത് കഴിഞ്ഞാൽ ഒരു വൈൻ വാങ്ങാൻ പോവാണ്. അല്ല, മിക്കവാറും 2-3 ദിവസത്തിനുള്ളില് പെന്തക്കോസുകാർ കള്ളുടി തുടങ്ങുന്നാണ് നമ്മുടെ ചെറിയച്ചായനൊക്കെ പറഞ്ഞത്. അക്കോലത്തിലായിരിക്കുന്ന പോലെ. കാരണം ഈ വൈന് കള്ളല്ലല്ലോ. അപ്പൊ ഒരു മെല്ലെ ഇന്നിപ്പോ നസ്രീം പറഞ്ഞതാ, ചെറിയ ഇത് വൈനിലുണ്ട്, സത്യാണ്, അത് കുടിക്കുന്ന ഒരു കുഴപ്പമില്ല. അപ്പൊ മിക്കവാറും ഇന്നിപ്പോ ചന്തയിലൊക്കെ അതാ പറയുന്നത്. ഈ സുഖത്തിലെ ഈ സ്വർഗത്തിൽ ഈ ഭൂമിയിലെ സുഖങ്ങളൊക്കെ മറ്റേ നഷ്ടപ്പെടുത്തി സ്വർഗത്തെ നമ്മൾ കാണാത്ത സ്വർഗത്തിനെ പറ്റി വ്യാമോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രാർത്ഥനയും ഇത്ര നീ മാട്ടറമ്മലട അടിച്ചത് സത്യം പറ. നീ സെബാസ്റ്റ്യന്റെ റൂമിൽ പോയിട്ട് ഏതോ മാട്ടറമ്മ അടിച്ചു. സെബാസ്റ്റ്യന്റെ റൂമിൽ പിന്നെ ഇജറൊക്കെ പറയുന്നത് മണവാട്ടികൾ എന്ന പൊണ്ണ സ്വർഗത്തില് യേശു ക്രിസ്തു കിട്ട പക്കത്തിൽ ഉட்கார்ந்து என்ன பண்ணா சொல்லண்ணா. നമ്മളിപ്പോ മണവാട്ടികൾ എടുക്കുന്നില്ല. മത്തായി 25:1 മുതൽ 12 വരെ ഒന്ന് വായിക്കാം. വായിച്ചിട്ട് പറഞ്ഞുതരാം അവിടുത്തെ കന്യകമാരാരെന്ന് പറഞ്ഞുതരാം. മത്തായി 25-ാം അധ്യായം 1 മുതൽ 12. അതിലൊരു മണവാളൻ വരുന്നുണ്ട്, 10 കന്യകമാരുണ്ട്. ഒരു സമയം പറയും, കൃത്യസമയം പറയില്ല. മണവാളനാരാ? ഒരു യഹൂദ വിവാഹ ചടങ്ങിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. കർത്താവിന്റെ യേശുക്രിസ്തു അല്ല, അത് ഒരു ഉപമ പറയുകയാണ്. യേശുവിന്റെ വരവ് ഇവണ്ണമാകും. യേശുക്രിസ്തുവിന്റെ വരവ് ഈ വണ്ണമാകും. യേശുവിന്റെ കമന്റ് നോക്കിയപ്പോ അതെല്ലാം മണവാളൻ യേശുക്രിസ്തു ആണെന്ന് പറഞ്ഞേക്കണം. നോക്കൂ, ദൈവരാജ്യത്തെ ഒരു വിവാഹ വിരുന്നിനോട് ഉപമിക്കുകയാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ബൈബിളിന്റെ കമന്റുകളിലെല്ലാം അതിലിപ്പെട്ട കമന്റുകളെല്ലാം പറയുന്നത് ആ മണവാളൻ യേശുക്രിസ്തു എന്നാ പറഞ്ഞേക്കണം. ആ അധ്യായം 25-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ നിങ്ങൾ വായിച്ചു നോക്കൂ. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. സ്വർഗരാജ്യത്തെ കുറിച്ചാണ് പറയുന്നത്. സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഒരു 10 കന്യകമാർക്ക് ഉപമിക്കുകയാണ്. 10 കന്യകമാരുണ്ടോ? സ്വർഗരാജ്യത്ത് 10 കന്യകമാരുണ്ടോ?
സ്വർഗരാജ്യത്ത് അല്ലെന്ന് 10 കന്യകമാരുണ്ടോ? അതല്ല നബിയിലെ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഒരു കഥ പറയുന്നതാണ്. സ്വർഗരാജ്യത്തെ ഉപമിക്കുവാൻ യേശു കഥകളിലൂടെ ഉപമകളിലൂടെ സംസാരിച്ചത്. അതുകൊണ്ട് സ്വർഗരാജ്യത്തെ കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുവാൻ യേശു ഒരു ഉപമ പറയുന്നു. സ്വർഗരാജ്യം എന്ന് പറയുന്നത് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. സ്വർഗരാജ്യം എന്ന് പറയുന്നത് മണവാളൻ, അതായത് വിവാഹ ചടങ്ങിൽ വരുന്ന വധുവിന്റെ വീട്ടിലേക്ക് വരുന്ന യഹൂദ വരനെ കാത്തു നിൽക്കുന്ന 10 കന്യകമാർക്ക് തുല്യമാണ്. ഈ കന്യകമാർ എന്ന് പറയുന്നത് വധുവിന്റെ തോഴിമാരാണ്. വധുവിന്റെ തോഴിമാർ വധുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. വധു വീട്ടിനകത്തുണ്ട്. വരൻ വരുമ്പോൾ അവനെ അത് വീട്ടിനകത്തുള്ള കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. അവരുടെ കസ്റ്റമാണ്, അവരുടെ ചടങ്ങാണത്. അങ്ങനെയാണെങ്കിൽ 10 പേരും എണ്ണ എടുത്തു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. വധു മാത്രം എണ്ണ എടുത്തു വെച്ചാൽ പോരെ. ഒരു കല്യാണ വീട്ടിൽ പെണ്ണ് എപ്പോഴും വീടിന് മുമ്പിൽ പറയണത്. പിന്നെ എങ്ങനെ 10 പേരും അതുമല്ലാതിരിക്കും? 10 പേരും വധുക്കളാണ്. 10 മണവാട്ടി എന്നല്ല, നിങ്ങൾ അത് ആ ഭാഗം വായിക്കണം. 10 കന്യകമാർക്ക് 10 കന്യകമാർ. 5 പേര് കേറി വാതിലടച്ചില്ലേ? അപ്പൊ എങ്ങനെ അത് വധുവല്ലാത്ത 5 പേരുമായിട്ടാണ് പോയത്? വരൻ വന്നു പെട്ടെന്ന് വരൻ വന്നു വീട്ടിനകത്തോട്ട് കയറി. അപ്പോൾ വരൻ വരുമ്പോൾ എന്ത് ചെയ്യണം? വിളക്ക് കത്തിക്കണം. വരൻ വരുമ്പോൾ രാത്രി നേരത്താണ് ചടങ്ങ് നടക്കുന്നത്. ഹാനി ഒരു മിനിറ്റ്. വരൻ വരുമ്പോൾ വിളക്ക് കത്തിച്ച് അവനെ ഈ തോഴിമാർ സ്വീകരിക്കണം. എന്നാൽ എന്ത് ചെയ്യാം? 5 തോഴിമാരുടെ കയ്യിൽ എണ്ണയുണ്ട്, വിളക്ക് കത്തിക്കാൻ സംവിധാനമുണ്ട്. 5 പേർക്ക് ആ സംവിധാനം ഇല്ല. അതുകൊണ്ട് എന്തുണ്ടായി? അവർ എണ്ണ വാങ്ങാൻ പോയി. ആ സമയത്ത് മണവാളൻ വന്നു, വാതിൽ തുറന്നു, അവരകത്തോട്ട് ഉപമയിൽ എന്തിനാ സാധനം വാങ്ങിക്കാൻ പോണത്? ഉപമയല്ലേ സാധനം. സ്വർഗത്തിലാണോ ജോൺസൺ? ഇതൊക്കെ സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങളാണോ അപ്പൊ പറയണേ? സ്വർഗത്തിൽ നടക്കുന്ന കാര്യമല്ല, ഭൂമിയിൽ നടക്കുന്ന ഒരു കഥ പറയുകയാണ്. യഹൂദന്മാരുടെ വിവാഹ ചടങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങളും ഞാനും ഒക്കെ ഇത് രക്ഷയെ കുറിച്ച് എന്റെ ജോൺസൺ ചേട്ടൻ ഒറ്റ മിനിറ്റ്, ഇത് രക്ഷയെ കുറിച്ച് പറയുന്നതാണ്. അത് യേശുക്രിസ്തു വരും. ഞാൻ ഒന്ന് പറയട്ടെ, ഒറ്റ കാര്യം ഒരു മിനിറ്റ്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഒറ്റ കാര്യം. ഇതൊരു ഉപമ എന്ന് പറഞ്ഞ കഥയല്ല, ഇതൊരു ഉപമയായിട്ട് പറഞ്ഞതാണ്. യേശുക്രിസ്തു വരും, മണവാളം വരും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട്. എന്റെ ചങ്ങായി ഞാൻ ഒന്ന് പറയട്ടെ പാരബിൾ ഒന്ന് പറയട്ടെ. ഒന്ന് മൈക്ക് എടുക്കരുത് കേട്ടോ, എനിക്ക് നിങ്ങളെ മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ ഞാൻ എപ്പോഴും മ്യൂട്ട് ചെയ്തത്. ഇത് 10 പേരെ 10 പേര് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യേശുക്രിസ്തു വീണ്ടും തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുന്നു. പക്ഷെ അതിൽ എണ്ണ കരുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണോ യേശുക്രിസ്തു വരും എന്ന് പറയുന്നത് അതിൽ നന്മ, അതിലെ യേശുവിന്റെ വിശ്വാസത്തിൽ നിൽക്കുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയുള്ളവർ വരും എന്ന് പറയുന്നുണ്ട്. അതാണ് ഉപമ പറയുന്നത്. മനുഷ്യപുത്രൻ തിരിച്ചു വരുമ്പോൾ കയ്യിൽ എണ്ണ ഉള്ളവരും എണ്ണ ഇല്ലാത്തവരും. അല്ലാതെ വെറുതെ അവിടുത്തെ കല്യാണത്തെ കുറിച്ചൊരു കഥ പറഞ്ഞതെന്നല്ലത്. ഏത് കമന്ററി ആണെങ്കിലും എടുത്തു വായിച്ചോ. പാരബിൾ ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഉപമ അലങ്കാരം. മലയാളത്തില് ജസ്റ്റ് നമ്മൾ പണ്ടത്തെ മലയാളം വായിച്ച ബുക്ക് വായിച്ചാൽ മതി. ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തെ മറ്റൊരു കാര്യമായിട്ട് ഉപമിക്കുകയാണല്ല, വെറുതെ കഥ പറയല്ല. ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. മണവാളൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കമ്മിങ്, യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവ്, അല്ലെങ്കിൽ നമ്മുടെ സ്വർഗ്ഗരാജ്യത്തിന്റെ വരവ്. ആ സമയത്ത് കയ്യിലെ എണ്ണ ഉള്ളവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ അംഗീകരിച്ചിട്ടുള്ളവര്. 2ാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ കയ്യിൽ എണ്ണ ഇല്ലാത്തവര്. ഒരു അടിപൊളി ഹനീഫ, 10 കന്യകമാരെ 10 കൽപ്പനകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരാള് കമന്റ്. അതും പറയാം 10 കമാൻഡുകളൊന്നും പറയാം. ഇതാണ് അവിടെ പറയുന്നത്, അല്ലാതെ അവിടെ കല്യാണത്തെ കുറിച്ച് കഥ ആദ്യത്തെ അവസാനത്തെ 5 കമന്റ്, ആദ്യത്തെ 5 എണ്ണം വളരെ പ്രധാനപ്പെട്ടാണല്ലോ. അപ്പൊ ജോൺസൺ ചേട്ടൻ ഇത് തമാശയല്ല, അത് അവിടുത്തെ കല്യാണത്തെ കുറിച്ച് കഥ പറഞ്ഞത് എഴുതി വെച്ചോന്നല്ലത്. അത് നമ്മള് സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നതാണത്. എല്ലാവരും പറയുന്നുണ്ട് വേഗം വരുന്നവനായ യേശുവിന്റെ നാമത്തിൽ നിന്ന്. പക്ഷെ യേശു വേഗം വരുമ്പോ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ള ചോദ്യമാണ് അവിടെ ഉള്ളത്. ഒരു വിശ്വാസിക്ക് യഹൂദരുടെ കല്യാണത്തെ കുറിച്ച് പറഞ്ഞ കഥയാണെന്നൊക്കെയാണ് ഇവിടെ കുറച്ചും അത് നോക്കൂ. 10 കന്യകമാർ അവിടെ ഒരുങ്ങി നിൽക്കുന്ന ഒരു യഹൂദന്മാരുടെ വിവാഹ ചടങ്ങിനെ അതിനെ കുറിച്ച് ഉപമിക്കുന്ന ഒരു കഥയാണ്. സ്വർഗരാജ്യത്തെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ ഹെഡിങ് തന്നെ, സ്വർഗരാജ്യം.
മണവാളനെ എതിരേൽക്കാൻ നിന്ന 10 കന്യകമാർക്ക് സദൃശ്യം. അപ്പൊ മണവാളൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഒരു കല്യാണ ചടങ്ങിലെ വരനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിന്റെ സ്വർഗീയമായ അർത്ഥം എന്താണ്? കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വീണ്ടും വരും. ആ വരുന്ന സമയത്ത് അവനെ സഭ എതിരേൽക്കാൻ കാത്തു നിൽക്കുകയാണ് ഭൂമിയിലെ സഭ. അവൻ വരുമ്പോൾ അവൻ അതിന് യോഗ്യതയുള്ളവർ, അർഹതയുള്ളവർ, വിശുദ്ധിയുള്ളവർ, അവനിൽ വിശ്വസിച്ചിട്ട് വിശുദ്ധീകരിക്കപ്പെട്ടവർ, പാപമോചനം നേടിയവർ, അവർക്ക് അവനോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാം. അല്ലാത്തവരെ തള്ളിക്കളയും. അത് നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ബാധകമായ സംഗതിയാണ്. കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ അല്ല, അവിടെ ഒരെണ്ണം മിസ്സായിപ്പോയി. ഈ 10 പേരും യേശുക്രിസ്തു വരുന്നു വിശ്വസിക്കുന്നവരാണ്. അതിൽ 5 പേര് ആണ്. പക്ഷെ സെലക്ട് അവർക്ക് ആവുന്നു, 5 5 പേര് പേർക്ക് പുറത്താവുന്നു. ജീവിതമില്ല. 5 പേർക്ക് ജീവിതമില്ല. 5 പേർക്ക് എന്ത് ചെയ്തു? വിശുദ്ധിയില്ല. 5 പേരെന്താ? വിശുദ്ധിയില്ല, യേശുക്രിസ്തു പറഞ്ഞത് അനുസരിക്കുന്നില്ല. പക്ഷെ അവര് വേഗം വരുന്നവനായ യേശു എന്നുള്ള കാര്യത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ കയ്യിലൊന്നുമില്ല. യേശുക്രിസ്തു പറഞ്ഞ ഒന്നും അവരുടെ കയ്യിലില്ല. അതാണ് ആ പുറത്താക്കപ്പെട്ട 5 പേര്. അതെ, അത് അതല്ല, തന്നെയാണ്. ഇതാണ് അതും ദേവോദയ കല്യാണത്തെ കുറിച്ച് കഥ പറഞ്ഞാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റിയാക്ട് ചെയ്യാതെ എന്റെ പൊന്നുഹാനി എന്താണ് നോക്കുഹാനി, സ്വർഗരാജ്യം മണവാളൻ വരുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന 10 കന്യകമാർക്ക് വേറൊരു കാര്യം ചോദിച്ചോട്ടെ, സ്വർഗരാജ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവിടെ 10 കന്യകമാരെ എക്സാമ്പിൾ എടുത്ത് എന്തിനാ? അത് എന്റെ 10 സംശയം. 10 കന്യകമാർ അത് പുരുഷന്മാരെ പറയുന്നത് പറഞ്ഞൂടെ? അല്ല, ഈ 10 പുരുഷന്മാരെ പറഞ്ഞൂടെ? 10 എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയുടെ ഒരു ചിഹ്നമാണ് 10. അല്ലല്ല, 10 അല്ല, 10 കുഴപ്പമില്ല. കന്യകമാര് പറയാതെ പുരുഷന്മാരുടെ കാര്യം കന്യകമാർ എന്ന് പറയാൻ കാരണം കന്യകമാർ ഒരു വിവാഹ ചടങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ 10 സ്ത്രീകൾ എന്ന് പറയാലോ, 10 സ്ത്രീകൾ എന്ന് പറയാലോ, കന്യകമാരെന്ന് പറയുന്നത്. ചെറുക്കൻ വിവാഹം കഴിക്കാത്ത ചെറുക്കൻ കല്യാണം പെണ്ണിനെ കാണാൻ വരുമ്പോൾ അവളുടെ തോഴിമാരായ 10 പെൺകുട്ടികൾ ഇവനെ കാത്തു നിൽക്കുന്നു. അതൊരു സംഭവമാണ്. അവളുടെ തോഴിമാരായ 10 പെൺകുട്ടികളെ കുറിച്ച് 10 തോഴിമാരെന്ന് കാണിച്ചു തന്നെ. ബൈബിളിൽ 10 തോഴിമാരെന്നുള്ള വാക്കൊന്ന് കാണിച്ചു തന്നെ. നോക്കൂ, ഈ കന്യക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്താൽ മലിനമാക്കപ്പെടാത്ത ആൾ, അതായത് വൈവാഹികത്തിലൂടെയോ പുരുഷന്മാരാലോ കഴിയാത്ത, അതായത് മലിനമാക്കപ്പെടാത്ത 10 പെൺകുട്ടികൾ, വിശുദ്ധരായ 10 പെൺകുട്ടികൾ. അത് എന്താ, അതിനൊരു പ്രാധാന്യമുണ്ട്. പെണ്ണ് പ്രാധാന്യമുണ്ട്. പുരുഷനുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ മലിനാവോ സ്ത്രീ? മലിനായി എന്നല്ല ഞാൻ പറയുന്നത്. ഒരു കന്യക എന്ന് പറയുന്നത്, ഒരു കന്യകയും ഒരു വിവാഹിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അവർ സ്റ്റാറ്റസ് വ്യത്യാസമുണ്ട്. അപ്പൊ കന്യകയുടെ മനസ്സിൽ ആരുമില്ല, ഒരു പുരുഷനില്ല. വിവാഹം കഴിഞ്ഞാൽ അവൾ ഭാര്യയായി, അവൾക്ക് ഭർത്താവുണ്ട്. ഇവിടെ 10 കന്യകമാരും മണവാളനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഉദ്ദേശിക്കുന്നതാണ്, കന്യകയാണ് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളിൽ തന്നെ. മറിയം, അത് നിങ്ങളെ മേരി കന്യകയല്ലേ? നിത്യ കന്യകയല്ലേ മേരി? മേരിയില് ജോസഫ് ഇല്ലേ? പുരുഷനില്ലേ? പോയാ